പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സംഭവം, അതിന്റെ ആ ഒരു ലിറ്ററൽ മീനിങ് ശരിക്കും ഇപ്പോഴത്തെ പോഡ്കാസ്റ്റേഴ്സും ആൾക്കാരും ഒക്കെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെ വെച്ച് എനിക്ക് ലൈക്ക് എല്ലാം എന്നാ തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോഡ്കാസ്റ്റിന് ഇതിപ്പോൾ നീ നേരത്തെ പറഞ്ഞല്ലേ, നിനക്കും ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പോഡ്കാസ്റ്റിന് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഇങ്ങനെ ക്രിസ്പാക്കി അതൊക്കെ ഒരു റേഡിയോയിലാണ്. കാര്യം അത് പക്ക ബിസിനസ് മേഖലയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. ഇപ്പം ചിലരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഭയങ്കര ഇതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ തേർഡ് റേറ്റ് പോഡ്കാസ്റ്റ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ ചിരിക്കുന്നൊരു ഇമോജി മാത്രമേ ഇട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീട്ടങ്ങളെ പോലെ കാണാറുള്ളൂ. What would you say about that? എന്തിനാ അറിയുന്നത്? എനിക്ക് അറിയിക്കണമെന്നില്ല. എന്തിനാ അത്? ഇപ്പൊ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ആൻറ്റപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റ്. ഇന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്, കാരണം നമ്മൾ നമ്മുടെ പുതിയ സ്റ്റുഡിയോയിലാണ്. അതുമാത്രമല്ല, ഇന്ന് ദ ടേബിൾസ് ഹാവ് ടേൺഡ്. ദ ഗസ്റ്റ് ഇസ് ദ ഹോസ്റ്റ് ആൻഡ് ദ ഹോസ്റ്റ് ഇസ് ദ ഗസ്റ്റ്. ഞാൻ ഗസ്റ്റ് ഒന്നും അല്ലായിരുന്നു, എന്നാലും ഇടയ്ക്കിടയ്ക്ക് പിന്നെ പോഡ്കാസ്റ്റിനകത്ത് എന്നെ പിടിച്ചോണ്ട് വന്നിരുത്തിയിട്ട് ഈ സംസാരിക്കാൻ ഗ്യാപ്പ് തരാതെ അവൻ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്തായാലും ഇത്തവണ ഞാൻ അവനൊന്ന് ഇച്ചിരി വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ബാക്ക്. അല്ല, എനിക്ക് പെട്ടെന്ന് തോന്നുന്നൊരു കാര്യം എന്താണെന്നറിയോ? അല്ല, നിനക്കിങ്ങനെ ഇടയ്ക്കേറെ സംസാരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ചോദ്യം ചോദിച്ചാലേ നിനക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ തുടങ്ങ്. അപ്പൊ നിനക്ക് എന്താ തോന്നണേ when this have turned, tables have turned right now? ഞാൻ ഹോസ്റ്റ് ആയിട്ടിരിക്കുന്നു, നീ ഗസ്റ്റ് ആയിട്ടിരിക്കുന്നു. ഇന്റർവ്യൂസ് എടുത്ത് ശീലമുള്ള നിനക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോ ഗസ്റ്റ് ആയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. അത് സ്വന്തം പോഡ്കാസ്റ്റില് ഗസ്റ്റ് ആയിട്ടിരിക്കുമ്പോ എന്താണ് തോന്നുന്നത്? അതൊരു ചളിഞ്ഞ ഫീലാണ്. പിന്നെ സ്വന്തം പോഡ്കാസ്റ്റ്, സ്വന്തം ചാനൽ, ആ ചാനലിൽ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റ് ഒന്നല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മൈൻഡിലുണ്ടായിരുന്നതും നീ പറഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഒരു ബ്രേക്ക് കഴിഞ്ഞ് വരികയാണ്, ഒരു അപ്ഡേഷൻ ആണ്. സോ അപ്പോൾ ആരെ കൊണ്ടുവരുമെന്നുണ്ട്. ഇപ്പം എനിക്കാണെങ്കിൽ, ഇപ്പം നമുക്കാണെങ്കിൽ ഒരാളുടെ അടുത്ത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞ് നടന്നില്ലെങ്കിൽ എനിക്ക് ഒരുമാതിരി നെഗറ്റീവ് ഫീലാണ്, ഭയങ്കര നെഗറ്റീവ് ഫീലാണ്. അത് കാരണം പിന്നെ വെളിപ്പുറത്ത് വരുന്ന ഒരാളേ ഉള്ളൂ എനിക്ക്, അത് ഞാനല്ലേ. അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തു. നീ എവിടെ പോവാനാ? നീ ഈ പോഡ്കാസ്റ്റ് ഇപ്പൊ എന്റെ അറ്റത്ത് നീ ഉണ്ടാവുമല്ലോ. ഇല്ല, അതിന്റെ ആവശ്യമില്ല. ആവശ്യം വരുമ്പോ പൊക്കാം. ശരിയാടാ. ഇപ്പൊ അങ്ങനെ ചോദ്യം ചോദിക്കാൻ. ഓക്കെ, സോറി, ഇത് കട്ട് ചെയ്തതാണ്. പോഡ്കാസ്റ്റിൽ ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവറി ടൈം പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് ലൈക്ക് എ റോ. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഇടയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കോൺവെർസേഷനിൽ ഒരു ഇതുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയരുത്. അത് മറ്റേ ഈ ചാനൽ ഇന്റർവ്യൂസിനൊക്കെ മറ്റേ ക്രിസ്പായിട്ട് സാധനങ്ങൾ എടുത്ത് നമുക്ക് അതിലേക്ക് വരാം. അതൊക്കെ ചോദിക്കാനുണ്ട് എനിക്ക്. അതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വാട്ട് വാസ് ആൻറ്റപ്പൻ ഓൾ ബിഫോർ ദിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോഡ്കാസ്റ്റിംഗ് അല്ലെങ്കിൽ റേഡിയോ ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ മുമ്പ് ആൻറ്റപ്പൻ എന്ന് പറയുന്ന ആള് എന്തായിരുന്നു? എന്തായാലും ആ പേഴ്സണാലിറ്റി എവിടെയെങ്കിലും ഒക്കെ ഇപ്പോഴും ഷോ ചെയ്യുന്നുണ്ടാവാം. ഇല്ല, ഇപ്പൊ ഒട്ടുമില്ല, മൊത്തത്തിൽ മാറിയതാണ് ഒരുപാട്. സോ വാട്ട് വാസ് യു? അങ്ങനെയല്ല, റേഡിയോയിൽ നിൽക്കുന്ന ആൻറ്റപ്പനെയാണ് എനിക്കും പരിചയം. പക്ഷെ റേഡിയോയ്ക്ക് മുമ്പുണ്ടായിരുന്ന ആൻറ്റപ്പനെ പറ്റി, റേഡിയോയ്ക്ക് നിൽക്കുന്ന ആൻറ്റപ്പനെ നിനക്ക് ആദ്യം അറിയായിരുന്നു. ആൻറ്റപ്പൻ അത് തന്നെ എന്തിന് വീണ്ടും പറയണം? ഒരുമാതിരി ബ്രാൻഡിങ്. എടാ, നിന്നെ ബ്രാൻഡ് ചെയ്യാൻ ഞാനും നീ ഉള്ളൂ, വേറെ ആരും ഒന്നും ചെയ്യാനാണ് ഈ ലോകത്ത്. നമ്മളെ തന്നെ ബ്രാൻഡ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള കുറെ കാലം മുമ്പേ നമ്മൾ മനസ്സിലാക്കിയൊരു സത്യമാണ്. അതുകൊണ്ട് നമ്മൾ അത് തന്നെ ചെയ്തോണ്ടിരിക്കണേ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എല്ലാവരും കോവിഡ് സമയത്തായിരിക്കും യൂട്യൂബ് ചാനലും ബാക്കി സാധനവും പോഡ്കാസ്റ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ പറയാൻ പറ്റുന്നത്. എനിക്ക് പക്ഷേ 2018 എന്നുള്ള സമയത്താണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സാധനം വരുന്നത്. അതിന് മുന്നേ വരേക്കും ഇത് എവിടേക്ക് ഇങ്ങനെ ഇതിലേക്ക് എത്താനുള്ള ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ പറഞ്ഞു വരുമ്പോൾ ഭയങ്കര ശോകം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വേറൊന്നും ഇല്ല, എന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഈ സാധനം അവിടെ കിടപ്പുണ്ട്. ഇതെങ്ങനെ നമ്മുടെ പഠനം ഒപ്പം നമ്മുടെ ഒരു കരിയർ ആക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആരോട് ചോദിച്ചാലും കൂടിപ്പോയ സിനിമ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പറയുന്നതെന്നല്ലാതെ ഒരു പ്രോപ്പർ ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ ഞാൻ എവിടെയൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഓൺലൈൻ റേഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് എന്തോ കണ്ട് ഞാൻ അങ്ങനെ, അന്ന് പക്ഷേ ആൻറ്റപ്പൻ ടോക്കീസ് എന്നൊന്നും അല്ല കേട്ടോ, എന്തുവായിരുന്നു പേര് കൊടുത്തത്, മല്ലു FM എന്നോ അങ്ങനെ എന്തോ ഒരു പേരൊക്കെ കൊടുത്തിട്ട് ഒരു ഓൺലൈൻ FM ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് കുറേ പാട്ടൊക്കെ, എനിക്ക് ഇഷ്ടമുള്ള പഴയ പാട്ടുകളെല്ലാം കൂടെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് അതിങ്ങനെ ലൂപ്പ് പോലെയൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ നോക്കിയപ്പോൾ കൊള്ളാം, ആ പരിപാടി കൊള്ളാം. അതിനകത്ത് എൻ്റെ കുറച്ച് ഓഡിയോസും കൂടെ എടുത്തിടും.
അതിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എവിടെയോ വെച്ച് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ എനിക്ക് എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം വന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിത്തുവിൻ്റെ കൂടെ നടന്നു തുടങ്ങിയപ്പോൾ കിട്ടിയ ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞു തുടങ്ങിയാൽ ലൈക്ക് അതിൻ്റെ ചുറ്റുമുള്ള കുറേ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ത്വരയില്ലേ. ഇത് എല്ലാ ദിവസവും ഞാൻ അനുഭവിക്കുന്നതാണ്. എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും നമുക്ക് അറിയുന്ന സാധനം നമ്മൾ പറഞ്ഞു പോകും, അത്രേ ഉള്ളൂ. അപ്പം ബേസിക്കലി ഇതാണ് സംഭവം എന്ന് വെച്ചാൽ അവിടെ നിന്ന് തുടങ്ങി. 2018 ആയപ്പോൾ എനിക്ക് പോഡ്കാസ്റ്റ് എന്നുള്ള സാധനം കിട്ടി. അന്ന് പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ സ്പോട്ടിഫൈ ആയിരുന്നില്ല പോഡ്കാസ്റ്റിങ്ങിനുള്ള പ്ലാറ്റ്ഫോം. ഇന്നിപ്പോൾ സ്പോട്ടിഫൈ ഫോർ പോഡ്കാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ക്രിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്പുകളായി. പക്ഷെ അതിനൊക്കെ മുമ്പ് അന്ന് ആങ്കർ എന്ന് പറയുന്ന ഒരു ആപ്പായിരുന്നു, ഒരു വയലറ്റ് കളറിൽ പഴയ ആപ്പാണ്. അതിന് ചിലർ മ്യൂസിക്കിനൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ചിലർ പോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്തംഭം കണ്ടുപിടിച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള കുറേ പേർക്ക് അറിയാത്തൊരു സാധനമായിരുന്നു ഈ പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് 2018 കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഓക്കെ ശരി, ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലച്ച് പിടിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചാനൽ തുടങ്ങി. അന്ന് ഞാൻ ആദ്യം ഡേർട്ടി ടോക്സ് എന്നാണ് പേരിട്ടത്. പിന്നെ അതിന് എനിക്ക് എന്തൊക്കെയോ ഒരു ആൾക്കാരെല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടൊക്കെ പറയാൻ തുടങ്ങി. ഡേർട്ടി ടോക്സ് എന്ന് പറയുമ്പോൾ പേര് ഭയങ്കര എന്താണ് ഇതാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ഡി ടോക്സ് എന്നാക്കി. ഡേർട്ടി ടോക്സ് എന്ന് തന്നെ ഡി ടോക്സ് ആക്കി. അങ്ങനെ 2018 തുടങ്ങി. എനിക്ക് തോന്നുന്നു ഡീടോക്സ് ആവുന്ന 2020-21 സമയത്താണ്. ആ സമയത്ത് സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആപ്പിളിൻ്റെ പോഡ്കാസ്റ്റിംഗ്സിൽ ഇന്ത്യയിൽ തന്നെ നമ്മൾ ടോപ്പ് റേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ടോപ്പ് 3 വന്നിട്ടുണ്ട്, ടോപ്പ് 5 വന്നിട്ടുണ്ട്. മന്ത്ലിയും വീക്കിലിയും ഒക്കെ വരും. സോ റേറ്റിംഗ്സ് ഒക്കെ വരും. അന്ന് charitable.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് ഇത് ചെയ്യുന്നത്. അപ്പം അതിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മന്ത്ലി വന്നിട്ട് ലൈക്ക് ടോപ്പിൽ വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, പിന്നെ അതിൽ താഴ്ന്നു പോയിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്ക് മിർച്ചിയിൽ കോൾ വന്നായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ മിർച്ചി നോക്കുന്നുണ്ടായിരുന്നു. കാരണം PG സമയമായപ്പോഴേക്കും ഞാൻ ഈ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിനെയും ഈ ആൾക്കാരെ കുറച്ചും കൂടെ, അതായത് റേഡിയോ ആയിട്ട് കുറച്ചും കൂടെ കണക്റ്റഡ് ആയിരുന്നു. നമ്മുടെ അവിടെ ഇല്ലെന്നല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ അത്ര അപ്പം അവരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ റേഡിയോയുടെ സാധനം കയറി തുടങ്ങിയത്. അപ്പം നോക്കി വന്നു. പല FM സ്റ്റേഷൻസിൽ ഞാൻ അയച്ചു നോക്കി, അങ്ങനെ നോക്കി. പിന്നെ അവസാനം എനിക്ക് വന്ന് വീണത് മിർച്ചിയിലാണ്. എൻ്റെ ലൈഫ് അവിടെ നിന്നാണ് തിരിയുന്നത് വേണമെങ്കിൽ പറയാം. അപ്പം ആദ്യം എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, കോഴിക്കോടിന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴിക്കോടിന് തരാമെന്നൊക്കെ അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് വെയിറ്റിംഗ് സംഭവം പറ്റത്തില്ലായിരുന്നു. പിന്നെ ട്രിവാൻഡ്രത്തേക്ക് വന്നപ്പോൾ കയറുന്നു എന്ന് ചോദിച്ചു. ഓക്കെ, ഒരു മനുഷ്യനിങ്ങനെ ജോലി കാത്തിരിക്കുമ്പോൾ, അത് എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സംഭവം ഇരിക്കുമ്പോൾ ചാടിക്കറി കൊടുക്കുമല്ലോ, കൈ കൊടുക്കുമല്ലോ. അങ്ങനെ കൊടുത്താണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അതെ ഗൈസ്, എന്റെ തലയിലെ വരെ എങ്ങനെ നോക്കിയാലും മായ്ക്കാൻ പറ്റില്ലല്ലോ, വന്നേ പറ്റുള്ളൂ. എനിക്കും പറയാം, അത് തന്നെയാണ് സംഭവം. അങ്ങനെ ആണ് ഞാൻ റേഡിയോയിലേക്ക് കയറുന്നത്. അവിടെ മുതലാണ് ഈ ആൻറ്റപ്പൻ എന്നുള്ള പേര് വരുന്നത്. അതിന് മുന്നേ ഈ ആൻറ്റപ്പൻ എന്നുള്ള ചിലർ വളരെ വേറെ കുറച്ച് ഫ്രണ്ട്സ് മാത്രം എന്നെ വിളിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആൻറ്റപ്പൻ എന്ന് പറഞ്ഞിട്ട്, അങ്കമാലിയിലുള്ള. അപ്പൊ ഞങ്ങൾ ഭയങ്കര കണ്ടുമുട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ഭൂകമ്പം ഉണ്ടായിട്ട് സംഭവമൊക്കെ നടക്കാം. അതെനിക്ക് ഐസക് വഴി കിട്ടിയ കമ്പനിയാണ്. പക്ഷെ മുത്ത അങ്ങനെ അവിടെ നിന്നാണ്. അവനിത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നീ ഇത് 10 പേർക്ക് കൂടെ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യാ. എന്തായാലും ഇത്ര നിന്നെ പൊക്കി പറഞ്ഞല്ലേ, അല്ലല്ലോ പറഞ്ഞത്, ആ ഫ്ലോയിൽ പറഞ്ഞു പോയെന്ന് മാത്രം. അതെ അതെ. അപ്പൊ ഇപ്പൊ UK കിടന്ന് കഷ്ടപ്പെടുകയല്ലേ? UK അല്ലേ? ഓക്കെ, മതി, അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. സമ്മതിക്കത്തില്ല, ഇതാണ് എന്റെ പ്രശ്നം. If your voice was a personality, just your voice was a personality, how would you name it? ഞാൻ ഭയങ്കര റോ ആണ്. എന്നുവെച്ചാൽ ഇപ്പോൾ മറ്റ് RJസിനെ പോലെ ഞാൻ മറ്റേ കട്ടിയായ മലയാളം പറയുന്നതോ ഭയങ്കര സ്ഫുടമായി മലയാളം സംസാരിക്കുന്ന ഒരു ഇതൊന്നും ആയിരുന്നില്ല എൻ്റെ ഷോസ് ആണെങ്കിലും. ഇപ്പോഴാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ PH ആണെങ്കിലും എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചവരാണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബോയ് നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ ആ ഒരു ഫീൽ എപ്പോഴും കൊടുക്കാൻ പറ്റാം. കാരണം ആൻറ്റപ്പൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പഴയ ആളായിരിക്കാം എന്നിങ്ങനെ ചിന്തിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. ഇപ്പോഴത്തെ പിള്ളേർക്കാർക്കും അങ്ങനത്തെ ഒരു പേരില്ല. അപ്പം അങ്ങനെ വരുന്ന ആ ഒരു ഇതിൻ്റെ ഇടയിലേക്ക് ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് കുറച്ച് യങ് ആയിട്ട് എല്ലാത്തിനെയും ഒരു പോസിറ്റീവായിട്ട് എടുക്കുന്നത് ഞാൻ. പിന്നെ എനിക്ക് അങ്ങനെയാണ്, എന്നെ എല്ലാവരും പണ്ടും പറയുന്നൊരു കാര്യം, ഞാൻ എല്ലാം ഭയങ്കര ചിൽ മൂഡിൽ എടുക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെയാണ് എനിക്ക് എൻ്റെ ടാഗ് ലൈനും ചിൽ കുപ്പിച്ചിൽ എന്ന് എനിക്ക് കിട്ടിയത്. അതിലൊരുപാട് തെറ്റിദ്ധാരണകളുണ്ട് കേട്ടോ. ചിൽ കുപ്പിച്ചിൽ എന്ന് ഇവൻ എഴുതിയിട്ട് അതിൻ്റെ സൈഡിൽ 2 ഗ്ലാസിൻ്റെ പടവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാരൊക്കെ ആദ്യം ഇത് കണ്ടതിന് ശേഷം ഇവനെന്താ വെള്ളോടിയാണോ സ്ഥിരം ചിൽ കുപ്പിച്ചിൽ എന്നൊക്കെ എഴുതി വെച്ചത്? അങ്ങനെയുള്ളവരെ കുറെ കാണുന്നുകൊണ്ടായിരിക്കും. അല്ല, അങ്ങനെയല്ല, അതൊരു ഹാപ്പിനെസ്സിന്റെ സാധനത്തിനകത്ത് നമ്മൾ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിത് കിട്ടുന്നത് വേറൊരു ഫ്രണ്ട് കൊച്ചിയിൽ നിന്ന്
ഈ സാധനം പറഞ്ഞപ്പോൾ എനിക്ക് വന്ന് വീണ ഒരു സാധനമാണ്. അങ്ങനെ ആ ടാഗ് എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ സൗണ്ട് ഒരു പേഴ്സണാലിറ്റി പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചോദ്യം ഇത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതാണ് ഭയങ്കര റോ ആണ്. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും പല വാക്കുകൾ പറയുമ്പോൾ ഞാൻ തെറ്റിച്ചാണ് പറയാറ്. അത് ഞാൻ തിരുത്താൻ പോകാറില്ല. അപ്പം എന്നോട് ചില സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയല്ല പറയേണ്ടത്. അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയോ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സാധനമോ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്ററോ എന്നൊക്കെ പറയുന്നത് നമ്മളെ പോലുള്ള മനുഷ്യരാണ്. നമ്മൾ ആരെങ്കിലും ഡേ ടു ഡേ ലൈഫിൽ ഇങ്ങനെ 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 ഈ റേഡിയോയിൽ ഈ ടി വിയിലൊക്കെ കാണുന്ന പോലെ സംസാരിക്കുമോ? നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിൽ പറയണ പോലെ നിതംബത്തിൽ കർദ്ദലമർത്തി എനിക്ക് മനസ്സിലായി. അങ്ങനൊന്നും ഒരു മനുഷ്യൻ സംസാരിക്കൂല. അപ്പൊ നമ്മൾ ഈ FM-ന്റെ ഉള്ളിൽ മൈക്കിന്റെ മുമ്പിൽ വരുമ്പോൾ മാത്രം എന്തിനാ അങ്ങനെ ഒരു ഫേക്ക് ചെയ്യണം? സോ ഐ ഓൾവേസ് വാസ് ലൈക്ക് എ വെരി റോ. എനിക്ക് അപ്പം ഞാൻ പിന്നെ ഈ മറ്റ് RJs ഒക്കെ ഞാൻ പറയുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യില്ലെന്നൊന്നുമല്ല, ഞാൻ സ്റ്റഡിയൊക്കെ ചെയ്യും. പക്ഷേ അതിനുവേണ്ടി സ്ക്രിപ്റ്റ് എഴുതി അതിനുവേണ്ടി ഇങ്ങനെ കാണാതെ പഠിച്ച അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല നമുക്ക്. എനിക്ക് എന്തോ പണ്ട് മുതലേ ഇന്നും എവിടെ പോയിരുന്നാലും ആകെ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതിലെനിക്ക് അങ്ങനെ. അപ്പൊ അതിൽ നിന്ന് ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. എവറി ടൈം ദറ്റ് യു ഹോസ്റ്റഡ് ആൻ ഇന്റർവ്യൂ, ഈ ആൻഡപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റിനകത്ത് നമ്മൾ കാണുന്ന സമയത്ത് ഏതൊരു ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാലും നോർമലി ആൾക്കാരെല്ലാവരും ഇന്റർവ്യൂസിനും കാര്യങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യുന്ന വെച്ചാൽ either an iPad or their phone or something, but then you always chose to keep a pen and paper. Why is that so? അതെനിക്കറിഞ്ഞൂടാ എന്ത് കൊണ്ട് അങ്ങനെ വെച്ച് എനിക്കറിയില്ല. അല്ല, എനിക്ക് എഴുതി കാണുന്നത് ഇഷ്ടമാണ്. പിന്നെ ബേസിക്കലി ഞാൻ എപ്പോഴെങ്കിലും നിനക്കാണെങ്കിലും കാണിച്ചു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതിയതൊന്നും ആയിരിക്കില്ല ഞാൻ ചോദിക്കും. അതെനിക്കറിയാം, ഞാൻ വായിക്കുന്നത്. ഞാൻ എഴുതി വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എഴുതി ഇങ്ങനെ പോയിന്റേഴ്സ് ആണ്, അല്ലാതെ മറ്റേ ഈ ചോദ്യം ഇങ്ങനെ ആയിരിക്കണം, ഇന്നതാണ് ചോദ്യം, അങ്ങനെ ഒന്നും എഴുതി വെക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അത് നിന്റെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ പെൻ ആൻഡ് പേപ്പർ എപ്പോഴും ഷോസിൽ? അല്ല, എനിക്ക് ഇഷ്ടമാണ്. ചുമ്മാ പണ്ടൊക്കെ ഈ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ള കുറേ സാധനങ്ങളിലുള്ള സംഭവങ്ങളെല്ലാം ചിലപ്പോഴൊക്കെ ഞാൻ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. അത് അല്ലാതെ വേറെ സീനൊന്നുമില്ല. ഇപ്പോഴത്തെ ഇന്റർവ്യൂവേഴ്സ് ഇതൊന്നും ചെയ്യാറില്ല, നേരെ വന്നിരുന്ന എന്തെങ്കിലും ഫോണൊക്കെ മതിയല്ലോ. പിന്നെ ഞാൻ ചിലരിലെ കണ്ടിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും കണക്റ്റഡ് ആയി, ഇയർഫോൺസ് ഉണ്ടാവും. സോ അതിൽ കുറ്റമൊന്നുമില്ല. അപ്പൊ എന്ത് പറ്റും? ഇപ്പൊ കുറച്ചധികമായിട്ട് ഇങ്ങനെ ഇന്റർവ്യൂവേഴ്സിനെ പറ്റിയിട്ടുള്ള കുറെ സംഭവങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ദാറ്റ് ദേ ആർ നോട്ട് പ്രിപ്പയറിങ് ആൻഡ് ലൈക്ക് കൂടുതൽ ഈ ആരെങ്കിലും ഒക്കെ എഴുതി കൊടുക്കുന്ന ചോദ്യം ഒരു ബോധവും ഇല്ലാതെ അങ്ങോട്ട് ചോദിച്ചു പോവുകയാണ്. ഇന്റർവ്യൂവേഴ്സ് എന്ന് പറയുന്ന ഒരു ആ ഒരു കമ്മ്യൂണിറ്റിയുടെ വില പോകുന്ന രീതിയിലാണ് ഇപ്പോൾ കുറേ ഇൻ്റർവ്യൂവേഴ്സ് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഇപ്പോഴത്തെ ഒരു സോഷ്യൽ സംഭവം ഉണ്ടല്ലോ. വാട്ട് ഡു യു വാണ്ട് ടു സേ അബൌട്ട് ദാറ്റ്? ഞാൻ അതിനെക്കുറിച്ച് പറയാനൊന്നും ആളല്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇന്റർവ്യൂ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇപ്പം ഞാൻ ഈ പറയുന്ന ഒറ്റ ഇൻ്റർവ്യൂസ് മുഴുവൻ കാണാറില്ല. പിന്നെ അതിനകത്ത് എന്തെങ്കിലും കുറച്ച് ലൈക്ക് വിഷയമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതെന്താണെന്ന് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയണം. അങ്ങനെ വല്ലതും കണ്ടാലേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനത്തെ പരിപാടീസ് കാണാറേ ഇല്ല. അല്ല, ഞാൻ ഇൻ്റർവ്യൂസ് കാണാറില്ല എന്നല്ല, ഞാൻ പോഡ്കാസ്റ്റ് കേൾക്കാറുണ്ട്, ഞാൻ ഇൻ്റർവ്യൂസ് കാണാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മറ്റൊരാളുടെ ഇതിനകത്ത് ഈ കയറിയുള്ള ഈ മാതിരത്തെ ചോദ്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല. എസ്പെഷ്യലി ഇപ്പം എൻ്റെ പോഡ്കാസ്റ്റിൽ ഞാൻ പണ്ടും പറയുന്നത് ഇപ്പോഴും പറയുന്നത് ഡേർട്ടി ടോക്സിന് ഞാൻ അന്ന് വെച്ചിരുന്നൊരു ടാഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുറത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് വീട്ടുകാരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, എന്നാൽ എന്തും നിങ്ങൾ ഇവിടെ സംസാരിച്ചോ, ലെറ്റ് ദം കോൾ ഇറ്റ് ആസ് എ ഡേർട്ടി ടോക്ക്. ഇവിടെ ആരും ജഡ്ജ് ചെയ്യാൻ വരുന്നില്ല. അതാണ് നമ്മുടെ ഒരു ലൈൻ. പക്ഷെ ഇന്നത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്കും അറിയാമല്ലോ, നമ്മൾ മീഡിയയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീച്ച് സാധനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവത്തിന് വേണ്ടിയിട്ട് വെറുതെ എന്തെങ്കിലും ചോദിക്കുക, അതിലൊരു സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഈ ക്വസ്റ്റ്യൻസ് അത്രേ ഉള്ളൂ. അതിലൊന്നും എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ തന്നെ അതിന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രിപ്പയർ ചെയ്യാതെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മേ ബി വരാൻ പോകുന്നത് ഇന്ന ഒരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഇന്ന ക്രിയേറ്ററിൻ്റെ അതിനകത്ത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺഫേം ആയിട്ടും ഇതുപോലത്തെ ഒരു ചോദ്യത്തിന് ഒരു ചൊറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസറും ഈ ആൾ പറയും. സോ ഇങ്ങനെ ചോദിച്ചാൽ മതി എന്നുള്ള നല്ല ധാരണയിൽ ഇരിക്കുന്നവർ തന്നെയായിരിക്കും ഇപ്പുറത്ത് മൈക്കിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവുക. എത്ര പോട്ട ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാണെങ്കിലും ഹോസ്റ്റ് ആണെങ്കിലും ശരി. കാര്യം അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ബോധത്തിൽ തന്നെ ചോദിക്കുന്നതാണ്. പിന്നെ വന്നിട്ട് സോറി അത് ഇത് എന്നൊക്കെ പറയണതില്ലേ, ഒന്ന് എസ്കേപ്പ് അടിക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഈ ആൻഡപ്പന്റെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡപ്പൻ ടു ആൻഡപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റ്, അതിലേക്കൊരു ചേഞ്ച് ഉണ്ടായിരുന്നു നിനക്ക്. ഫ്രം RJ ആൻഡപ്പൻ
ടു ദ പേഴ്സൺ ദറ്റ് യു ആർ റൈറ്റ് നൗ. കണ്ടൻസിലെ ചേഞ്ച്, നീ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലെ ചേഞ്ച്, ഇതെല്ലാം ഉണ്ട്. അത് ശരിക്കും ആൾക്കാർ നിന്നെ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നാണ് നീ ഫീൽ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു ചേഞ്ച്ഡ് ദറ്റ് ഗ്രാജുവലി പീപ്പിൾ ചേഞ്ച്ഡ് വിത്ത് യു, ഓർ ഡിഡ് യു യുവർ സെൽഫ് ട്രൈ ആൻഡ് മേക്ക് ദ ചേഞ്ച്? അങ്ങനെ ചോദിച്ചാല് നിന്റെ പഴയ ക്രൗഡും പുതിയ ക്രൗഡും നല്ല വ്യത്യാസം. അതന്നെ ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കറിയാലോ, ഞാൻ സ്പോർട്സ് ചാനലും കൂടെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അത് ചെയ്യുമ്പോൾ. അതിനകത്ത് എനിക്ക് ചീത്ത വരാറുണ്ട്, നല്ലത് വരാറുണ്ട്, ഈ രണ്ട് ക്രൗഡും വരാറുണ്ട്. പക്ഷെ ഞാൻ അതിനകത്തുള്ളത് ചീത്തയാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എനിക്ക് പറ്റാവുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എനിക്ക് നല്ല അറ്റൻഷൻ കിട്ടുന്നുണ്ട് സ്പോർട്സിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു റോ ടോക്കിൻ്റെ സാധനങ്ങൾ ഒരു നോർമൽ പോഡ്കാസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചതിനേക്കാളും കൂടുതൽ ആൻറ്റപ്പൻ ടോക്കീസ് സ്പോർട്സ് ചാനൽ എന്ന് പറഞ്ഞ പേജിന് മേ ബി എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് കുറവായിരിക്കാം, എൻ്റെ ഫോളോവർ കൗണ്ട് കുറവായിരിക്കാം, ഐ ഹാവ് അറൗണ്ട് 9K. പക്ഷേ എന്നാലും നല്ല റെസ്പോൺസ് ഉണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയപ്പോഴും നോട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കിളി ഇങ്ങനെ പോയി. അപ്പം അതുകൊണ്ട് കണ്ടോണ്ടിരുന്ന ഞാനായിരുന്നു. ഹാപ്പിനെസ് ആയിരുന്നു. വിസ്കാബാസ ഞങ്ങൾക്ക് സംസാരിക്കുമ്പോഴും അതൊരു ഫീൽ തന്നെ. പക്ഷെ ഞാൻ ഇപ്പൊ നീ ചോദിച്ചുണ്ടല്ലോ ഫ്രം RJ ആൻഡപ്പൻ ടു ആൻഡപ്പൻ ടോക്കീസ്, ഇതിൽ ഞാൻ ഇപ്പോഴും വെക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ അടുത്ത് കിണിയില്ലേ വിനായക്, അവനും പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നാലോ എന്നുള്ളത്. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല എന്നല്ല, കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന് ഇഷ്ടം പോലെ ചാനലുണ്ട്. പക്ഷെ ഞാനിപ്പോഴും ടോക്ക് വിത്ത് സ്റ്റാർസിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാറ്റേൺ പിടിച്ചിട്ടുള്ളത് എപ്പോഴും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പം അഖില വന്നു, എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് വുമൺ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ഇന്റർവ്യൂ പോയത് നമ്മളിലായിരിക്കും. റീച്ച് എത്ര മാത്രം ഉണ്ടെന്നുള്ളതൊന്നും ഞാൻ നോക്കാറില്ല. കാണുന്ന 10 പേർക്ക് എന്തെങ്കിലും ഒരു പുതുമയുള്ള ഒരു ടോക്ക് ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ചെയ്യുന്ന പരിപാടി ഈ പറയുന്ന പോലെ തന്നെ അതിലൊരു സാധനം ഉണ്ടെങ്കിൽ മറ്റേതിൽ പറയുന്ന പോലെ കൺഫേം ആയിട്ട് നമ്മൾ സക്സസ് അടിച്ചിരിക്കും. അടിക്കാതെ എവിടെ പോകാനാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്ന് വരേക്കും ഞാൻ എടുത്തൊരു സാധനത്തിനും ആരും പറഞ്ഞിട്ടില്ല ഇറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ. ഞാൻ ഡിഗ്രി ചെയ്തത് ഹോസ്പിറ്റാലിറ്റിയിലാണ്, PG ചെയ്തത് സോഷ്യൽ വർക്കിലാണ്. അത് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്ത് കുറച്ച് നാൾ വിപ്രോയിൽ വർക്ക് ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞ് നേരെ കയറുന്നത് മിർച്ചിയിലാണ്. ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോഡ്കാസ്റ്റിംഗ് ആണ്. ആരും ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ത്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും വലിയ കുഴപ്പമില്ല. പിന്നെ ഇപ്പം നിലവിൽ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നുമല്ല, പക്ഷെ മാനേജ് ചെയ്യുന്നുണ്ട്. പോഡ്കാസ്റ്റിനെ പറ്റി ഇപ്പോൾ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇപ്പം എല്ലാവരും പോഡ്കാസ്റ്റ് ചെയ്യാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും പോഡ്കാസ്റ്റ് ചെയ്യല്ല, എല്ലാവരും മൈക്ക് വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യാം. മൈക്ക് വെച്ചുകൊണ്ട് വീഡിയോ ചെയ്ത് പോഡ്കാസ്റ്റ് ആണെന്ന് പറയുകയാണ്. ലൈക്ക് എവ്രി വൺ, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അറൗണ്ട് us is starting a podcast. What do you think it is? Like as in പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു റോ ഫോർമാറ്റിലുള്ള സംഭവത്തിന് എത്രത്തോളം മാറിയിട്ട്, ലൈക്ക് ഇസ് ദർ എ മിസ്കൺസെപ്ഷൻ ദാറ്റ് ഇസ് ഗോയിങ് ഓൺ അറൗണ്ട് റൈറ്റ് നൗ അബൌട്ട് പോഡ്കാസ്റ്റ്, ഓർ ഇസ് ഇറ്റ് ഗോയിങ് ദ റൈറ്റ് വേ? ഐ നോ ഇറ്റ്സ് എ ടൈം ഓഫ് ന്യൂ മീഡിയയിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നുള്ളത് അറിയാം. അതായിരിക്കും നിന്റെ ആദ്യത്തെ മറുപടി എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അതല്ലാതെ ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സംഭവം, അതിൻ്റെ ആ ഒരു ലിറ്ററൽ മീനിങ് ശരിക്കും ഇപ്പോഴത്തെ പോഡ്കാസ്റ്റേഴ്സും ആൾക്കാരും ഒക്കെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെ വെച്ച് എനിക്ക് ലൈക്ക് എല്ലാം എന്നാ തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോഡ്കാസ്റ്റിന് ഇതിപ്പോൾ നീ നേരത്തെ പറഞ്ഞല്ലേ, നിനക്കും ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് പോഡ്കാസ്റ്റിന് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഇങ്ങനെ ക്രിസ്പാക്കി അതൊക്കെ ഒരു റേഡിയോയിലാണ്. കാര്യം അത് പക്ക ബിസിനസ് മേഖലയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ ഇംഗ്ലീഷിലൊക്കെ എത്ര പേര് കാണാറുണ്ട് കേൾക്കാറുണ്ടെന്ന് എനിക്കറിയില്ല. പോഡ്കാസ്റ്റൊക്കെ കേൾക്കുകയാണെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ 5 മണിക്കൂറിൻ്റെയൊക്കെ പോഡ്കാസ്റ്റുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു ഇന്റർവ്യൂ പോകുന്ന എത്രയാണെന്ന് നിനക്കറിയാലോ. ഇപ്പൊ ഈ ആൾക്കാർ കാണുമ്പോൾ എന്തുവാ 20 മിനിറ്റ് 30 മിനിറ്റിലൊക്കെ കാണിച്ചു കളയും. ഒരു ഇന്റർവ്യൂ എൻ്റെ അറിവിൽ 20 മിനിറ്റിന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മിനിമം 1 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടാവും. ഇരിക്കുന്നു, ചോദ്യം തെറ്റുന്നു, ചോദ്യം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതാക്കുന്നു. ഇത് പക്ഷേ പോഡ്കാസ്റ്റിൽ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും വന്നുകൊണ്ടിരുന്നപ്പോഴും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ നിന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ അവിടെ നിന്നാണല്ലോ ഇതെല്ലാം ഇങ്ങോട്ട് വന്നത്. കുറച്ച് കാലം മുമ്പ് വരേക്കും അങ്ങോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പോഡ്കാസ്റ്റേഴ്സ് ആയിരുന്നു അവർക്ക്. ആ സാധനം ഇപ്പം ഇവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് പോഡ്കാസ്റ്റ് അറിഞ്ഞത്, അല്ലെങ്കിൽ പോഡ്കാസ്റ്റിനോടുള്ള ഒരു പുച്ഛം മാറിയ എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ ഒരു മൈക്കും 2 മൈക്കും അപ്പുറത്തെ ഇപ്പുറത്തെ ഒരാൾ ഇരുന്നത് കൊണ്ട് മാത്രം അത് പോഡ്കാസ്റ്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ദർ ഇസ് സംതിങ് കോൾഡ് ആസ് റോ.
അതിലൊരു ഒരു 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 ജെന്യൂൻ ആയിട്ടുള്ള സംഭവം. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോഡ്കാസ്റ്റ് എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പുള്ളിയുടെ അത് ഇന്റർവ്യൂ എന്ന് പുള്ളി പറഞ്ഞു കഴിഞ്ഞാലും സത്യത്തിൽ അതൊരു പോഡ്കാസ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറയുടെ ഇടയിൽ കൂടെയൊക്കെ ക്യാമറമാൻ നടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ജെന്യൂൻ ആക്കണം, റോ ആക്കണം, അതൊന്നുമല്ല. സ്ട്രീം ചെയ്യൊന്നും അല്ല, റെക്കോർഡിങ് തന്നെയാണ്. പക്ഷെ അതിനകത്തൊരു റോ ഫീൽ ഉണ്ടാവുന്നതാണ് പോഡ്കാസ്റ്റ്. പിന്നെ ഇപ്പം നേരത്തെ നീ ആ പറഞ്ഞ സാധനം തന്നെയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം. ഇത് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ന്യൂ മീഡിയയുടെ കാലഘട്ടമാണ്. സോ നോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, യു ക്യാൻ ഗോ എനി വെയർ ലൈക്ക് എനിത്തിങ്. അത് എന്ത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ അതിന് നമ്മുടെ നാട്ടിലെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതല്ല പറഞ്ഞത്. ഈ ചെയ്യുന്നതിന് നിനക്കൊരു ലിമിറ്റേഷൻസ് ഒന്നുമില്ല. ഇനിയിപ്പോൾ നാളെ നിനക്ക് പറമ്പിൽ ഇരുന്നുകൊണ്ട് ഒരു മൈക്ക് വെച്ച് ചെയ്തിട്ട് അത് നീ എടുത്തിടുകയാണ് ആൻഡ് യു ആർ സേയിങ് ഇറ്റ്സ് എ പോഡ്കാസ്റ്റ്, ഇറ്റ്സ് എ പോഡ്കാസ്റ്റ്. ഇഫ് യു ടൈറ്റിൽ ഇറ്റ്, നീ അത് ടൈറ്റിൽ ചെയ്യാണ് പോഡ്കാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പോഡ്കാസ്റ്റ്. ഓക്കെ, അപ്പം അതിൻ്റെയും കാര്യം പറഞ്ഞു. ഇപ്പം നിന്നെ ഒരു പോഡ്കാസ്റ്റ് ട്രെയിനറായിട്ട് ഒരാൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ പോവോ? എന്തുകൊണ്ട് പൊക്കൂടാ? ഇതിന് പ്രത്യേകിച്ച് കോഴ്സും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ 2018 മുതൽ ഈ കണ്ട 25-ാം വർഷം വരേക്കും ഞാൻ നിൽക്കുന്നുണ്ട്. ആൻഡ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ അങ്ങനെ ഒരു സാധനത്തിനുള്ള സംസാരം കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ട്രെയിനർ എന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മിർച്ചിയിൽ നിന്നതും ഞാൻ ഈ പറയുന്ന പോലെ തന്നെ എന്തുകൊണ്ട് എന്നെ ട്രെയിനർ ആക്കിക്കൂടാന്ന് ഇപ്പൊ എന്നോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ കാര്യം, ഇന്ത്യയിൽ ഇപ്പൊ നിലവിൽ ഒരു പോഡ്കാസ്റ്റർ എന്നുള്ള രീതിയിലുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു ആളാണ് ഞാൻ. അതുപോലെ തന്നെ മുമ്പും ടോപ്പ് റേറ്റിംഗിൽ എന്റെ പോഡ്കാസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഒരുപാട് റേറ്റിംഗ് ചാനൽസ് ആണ്. അതുകൊണ്ട് നമുക്ക് അതല്ല, അത് പണ്ടും ഉണ്ട്, പണ്ടും ഇല്ലെന്നൊന്നുമല്ല. പക്ഷേ എടാ അത് ചെയ്യത്തില്ല. കാര്യം എന്താണ്, അത്രയും കോമ്പറ്റീഷൻസ് ഇല്ല. അല്ലെങ്കിൽ ഈ ഉള്ളവർക്കൊക്കെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഫീലിനാണ് വന്നത്. ഇന്ന് വേറെയാണ് മൂഡ്. ഇതെല്ലാം ബിസിനസ്സായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂസ് കയറ്റണം, ലൈക്സ് കയറ്റണം, കമന്റ്സ് കയറ്റണം, ഷെയർ കയറ്റണം, എന്നാലേ ക്ലൈന്റ് വരുള്ളൂ. അങ്ങനത്തെ കുറച്ച് കുൻസായ്മ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴത്തെ റാങ്കിങ്ങിനൊക്കെ എത്രമാത്രം വിലയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും യു ക്യാൻ ഡു ഇറ്റ്. എടാ ഐ ക്യാൻ ഡെഫിനറ്റ്ലി, ഒരു സംശയമില്ലാതെ ധൈര്യമായിട്ട് വിളിച്ചു. ഇപ്പം എന്നെ കുറച്ച് പേര് വിളിച്ചു, പക്ഷെ എനിക്ക് പലരെയും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. സ്റ്റുഡിയോയുടെ കാര്യങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ സ്റ്റുഡിയോ സെറ്റ് ചെയ്താലും ഇതിനകത്ത് ഒരു സൗണ്ട് എഞ്ചിനീയറിന്റെ ഒരു ആവശ്യമുണ്ട്. ബിക്കോസ് ലൈക്ക് സൗണ്ട് എഞ്ചിനീയറിന്റെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി അങ്ങനത്തെ ഒരു ആവശ്യമല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ചില റൂമുകൾ ഭയങ്കര നോയ്സി, ലൈക്ക് സൗണ്ട് എക്കോസ് സംഭവങ്ങളൊക്കെ വരുന്ന റൂംസ് ഒക്കെ ആയിരിക്കും. അതൊക്കെ എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ അറിയാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയില്ലേ, അതുപോലെ ഇവരെയൊക്കെ എടുക്കുന്നത് നല്ലതാണ്. ഇതിലിപ്പോ ഞാനായിരുന്നു ടെക്നിക്കൽ സപ്പോർട്ട്. എന്തുകൊണ്ട് പറ്റില്ല? നമ്മള് ഇപ്പൊ എല്ലാരും ചിലർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഇപ്പൊ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് പൈസ കൊടുത്താണോ മേടിക്കുന്നത്, അതിനും അങ്ങനെ ഒരു സാധനം പറയും. പക്ഷെ ടെക്നിക്കലി അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുകയല്ല. ഈ അവാർഡ് സാധനങ്ങളും എല്ലാം അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു തരുന്നുണ്ടെങ്കിൽ ആ അയക്കുന്നതിനുള്ള പോസ്റ്റൽ സാധനത്തിനുള്ള പേയ്മെന്റ് മാത്രമേ ഉള്ളൂ. ആൻഡ് അത് ഇപ്പം പൈസ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ആണാ എനിക്കിത് പോഡ്കാസ്റ്റിലൊരു 2 എന്ത് വേണം, ഈ റെക്കോർഡ് വേണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നിങ്ങളുടെ രൂപ ഇങ്ങോട്ട് തരും, അങ്ങനെയാണ് വിചാരിച്ചു വെച്ചേക്കണം. അങ്ങനെയൊന്നും അല്ല. എനിക്ക് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഉടായ്പിലൊന്നും ചെന്ന് വീഴരുതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്കറിയാം അതിന്റെ പുറകിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇപ്പൊ ഈ സാധനം എല്ലാം അയച്ചു തരാൻ അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. നല്ല വെയിറ്റ് ഉള്ള ഒരു സാധനമായിരുന്നു. എന്റെ അമ്മ ആ ബോക്സ് എടുത്തപ്പോ തന്നെ എനിക്ക് നല്ല വെയിറ്റ് ഫീൽ ചെയ്തു. അതിന്റെ കൊറിയർ ചാർജ് അത്യാവശ്യം 10,500 രൂപ 2,000 രൂപ. നമ്മൾ ഇതിന്റെ ബിസിനസ് നടത്തുന്നതുകൊണ്ട് ഒരു സാധനം കൊറിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ വെച്ച് പറയാം. എന്നിട്ട് പോലും എനിക്ക് തോന്നിയത് അവരെ പ്രൈസ് ചെയ്തേക്കുന്നത് കുറവാണ് ഈ എല്ലാ സംഭവം വെച്ചിട്ട്. ആൻഡ് ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ശ്രദ്ധിച്ചായിരുന്നു അറിയില്ല, കാരണം ഞാനാണ് അവരോട് കൂടുതൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എടാ അവരൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടുണ്ട്. ഈ മാനദണ്ഡങ്ങളെല്ലാം കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ റെക്കോർഡ്സ് അടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മറ്റേ ചായക്കടയിൽ കയറിയിട്ട് മറ്റേ ചായ തരുമോ അല്ലെങ്കിൽ പരിപ്പട തരുമോ എന്ന് ചോദിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഐറ്റം ഒന്നും അല്ലത്. അവരുടെ കുറെ വീഡിയോ കോൾസിലെ സംഭവം ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, എന്തൊക്കെയോ സംഭവങ്ങളാണ്. നമ്മൾ പിന്നെ ചില ആൾക്കാരെ വെച്ച് നമ്മളിത് വെരിഫൈ ചെയ്യണം, പിന്നെ അവരുടെ ടീം ഇത് വെരിഫൈ ചെയ്യും. ലൈക്ക് ഈവൻ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആരെങ്കിലും ഈ സാധനം വെരിഫൈ ചെയ്ത് കൊടുത്താലേ സംഭവം അവര് തരുള്ളൂ. അതൊക്കെ ചെയ്താലേ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം ഒരു 2018 മുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ കിട്ടില്ല പോഡ്കാസ്റ്റർ ലോകം കണ്ടതിൽ വെച്ച്, ഇന്ത്യ കണ്ടതിൽ വെച്ച്, കേരളം കണ്ടതിൽ വെച്ച് ദ ബെസ്റ്റ് നമ്പർ 1 അങ്ങനെ ഒന്നുമല്ല. പക്ഷെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കാം. പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ റൊമാൻറ്റിക് സാധനം പിടിച്ചിട്ടുണ്ട്, ഹൊറർ സാധനം പിടിച്ചിട്ടുണ്ട്,
സ്റ്റോറീസ് ലൈക്ക് ഈ സാധനം ഇല്ലേ നമ്മുടെ എന്താ പറയുക ട്രാവൽ ടൈപ്പ് സാധനങ്ങൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, അങ്ങനെ പല ജോണർ പ്രൊഡ്യൂസറുണ്ട്. സോ അപ്പോൾ അതൊക്കെ എങ്ങനെ പോവും എന്നുള്ളതും എങ്ങനെ ഒരു ക്രൗഡ് എടുക്കും എന്നുള്ളതും ഒക്കെ കുറച്ചൊക്കെ ധാരണയുണ്ട്. എന്ന് പറഞ്ഞിട്ട് ഐ എം നോട്ട് ദി ബെസ്റ്റ്, ബട്ട് ഐ ക്യാൻ മേക്ക് സംവൺ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു, എസ്പെഷ്യലി നമ്മുടെ ആദ്യത്തെ സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു. വാട്ട് വാസ് യുവർ ഇമോഷൻ അബൌട്ട് ആ ഫസ്റ്റ് സ്റ്റുഡിയോ? അത് പണിയെടുത്ത് ഊപ്പാടിളകില്ലേ, പണിയെടുത്ത് ഊപ്പാടിളക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നോടാകുമ്പോൾ പിന്നെയും വീഡിയോയിൽ പറയുമ്പോൾ പറയാം. ആ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് ചോദിച്ച് നെക്സ്റ്റ് ഡേ 30 days ചാലഞ്ചും തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് ക്രിയേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ വീഡിയോസ് മാത്രം കാണുന്നവർക്ക് അറിയില്ല. പക്ഷേ ഈ കണ്ടന്റ് ക്രിയേഷനിൽ നിൽക്കുന്ന ഈ 30 days ചലഞ്ച് 100 days ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു 20 days പ്രീ ഷൂട്ടഡ് വീഡിയോസ് ആയിരിക്കും എല്ലാവരും യൂസ് ചെയ്യുക. എല്ലാവരും എന്നല്ല, മിക്കവരും. അത് ഞാൻ കുറ്റമായിട്ട് പറയുന്നൊന്നുമല്ല, ചെയ്യുന്നതിൽ കുറ്റമൊന്നുമില്ല. കാരണം അവർക്ക് പോസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും ഉള്ളൊരു എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. പക്ഷെ നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അല്ലെങ്കിൽ അതിന് ജെന്യൂനിറ്റി വരാൻ വേണ്ടി ചെയ്തതാണ് അന്നത്തെ വീഡിയോസ് ആയിരുന്നു. അത് കാരണം എന്താണെന്നറിയോ, ലൈക്ക് വൈകുന്നേരം വരെ ഈ പണി മുഴുവൻ എടുക്കണം. കാരണം നമുക്ക് ലേബേഴ്സ് ഇല്ലായിരുന്നു, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത സാധനം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ പണിയെടുക്കുക, ആ പണിയെടുക്കുന്നതിന്റെ വീഡിയോസ് നമ്മൾ തന്നെ എടുക്കുക, എന്നിട്ട് ആ വീഡിയോസ് പറ്റൂലായിരുന്നു. പിന്നെ എനിക്കിതൊരു വാശി പോലൊരു ഫീൽ ആയിരുന്നു. എന്ന് വെച്ചാൽ വാശിയേക്കാളും കൂടുതലായിട്ട് എന്തുവാ നമുക്കതങ്ങ് എന്തുവാടി ഇനി പറയുക, എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ അത് തീർക്കണം എന്നായിരുന്നു. തുടങ്ങിയും പോയി ഇനിയിപ്പോ തീർക്കാതിരുന്നാൽ എങ്ങനെയാന്നുള്ളത്. പക്ഷെ കട്ടക്ക് നീയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പരിപാടി മുഴുവൻ. അന്ന് റിപ്പോർട്ടറിൽ നിൽക്കുന്ന സമയം, അതിന്റെ ഇടയ്ക്ക് എനിക്ക് എക്സാം നടക്കുന്ന ടൈം, ഇതിന്റെ ഒക്കെ ഇടയ്ക്കുള്ള ടൈം ഗ്യാപ്സിലാണ് ഓരോ പരിപാടി. എനിക്ക് വിഷമം തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ഇപ്പൊ ഇത്രയും പോഡ്കാസ്റ്റേഴ്സ് വന്നിട്ട് പോലും നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് എന്ന് ചോദിക്കുന്ന ആൾക്കാരായിരുന്നു. എന്നിട്ടും എനിക്ക് തോന്നുന്നു നമ്മളായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ടൊരു പേഴ്സണൽ പോഡ്കാസ്റ്റിംഗ്, പക്ക പേഴ്സണൽ പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ ചെയ്യാനും അതിനൊരു ചലഞ്ച് വെച്ചതും. ചലഞ്ച് വെച്ചത് നമ്മളാണ്. ഞാൻ പറയുന്ന ഒരു പേഴ്സണൽ സ്റ്റുഡിയോക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ഇറങ്ങി നടന്ന് പരിപാടി ചെയ്തത് അതൊരു ഭയങ്കര ഇമോഷനാണ്. എനിക്ക് എപ്പോഴും ഓർമ്മയിൽ കിടക്കും. അതുകൊണ്ട് തന്നെ കുറെ പേര് എൻക്വയർ ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഇഫ് യു ക്യാൻ ഹെൽപ്പ് us out to do a studio. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ചിലരും എൻ്റെ അടുത്ത് ആരും എപ്പോഴും പറയും ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് പൈസക്ക് ചെയ്ത് കൊടുത്തൂടെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ടെക് സപ്പോർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്ന് പറയും. പിന്നെ എനിക്കറിയുന്നത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുണ്ട് പറയുന്നത്. നീ ചോദിച്ച കാര്യത്തിന് അത് എത്രമാത്രം ഇമോഷണൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇപ്പം റേഡിയോ ജോക്കി ആവും എന്നുള്ളത് എനിക്കൊരു വലിയ ഇറ്റ് വാസ് ലൈക്ക് എ ഡ്രീം ആൻഡ് ഐ ഹാവ് അച്ചീവ്ഡ് ഇറ്റ്. ഞാൻ തീരുമാനിച്ചു വെച്ച വർഷത്തിനേക്കാൾ മുമ്പ് ഞാൻ നേടിയെടുത്തൊരാളാണ്. അപ്പം എനിക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിച്ചിരിക്കണം. അത് ലൈക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഇപ്പം ആൾക്കാർക്ക് നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് കാണിച്ച് അങ്ങനെ ചെയ്യുന്ന അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഉള്ളിൻ്റെ ഉള്ളിൽ അതവിടെ കിടപ്പുണ്ടാവും. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇമോഷനാണ്. കാര്യം എന്ന് വെച്ചാൽ 30 ദിവസം കൊണ്ട് എനിക്ക് ലാസ്റ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യോ 30 ദിവസം ലിറ്ററലി ഞങ്ങളെ കുറിച്ച് പോലും ചിന്തിക്കാതെ നല്ല. പക്ഷെ എനിക്ക് എന്നിട്ട് വിഷമം വരുന്നത് എന്തുവാന്നറിയോടി, ഈ ആൾക്കാർ എന്നിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് ഇതിനെ ഇങ്ങനെ ഒരുമാതിരി ആക്കി ഊക്കി ഒക്കെ ഉള്ളൊരു ചോദ്യം ലൈക്ക് നമ്മുടെ അടുത്ത് വെക്കുമല്ലോ, അപ്പം മാത്രമാണ് എനിക്ക് പൊളിയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ലിറ്ററലി ഡോണ്ട് നോ. അതിലിപ്പോ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ വാക്സിനേഷൻ ഇല്ലേ, ഞാൻ പറയണ കോവിഡ് വാക്സിന്റെ കാര്യമല്ല, അല്ലാതെ കുഞ്ഞു പിള്ളേർക്ക് പോളിയോ വാക്സിൻ ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ചില ആൾക്കാർക്ക് ഇപ്പോഴും അതിനെപ്പറ്റി ഒരു ബോധമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തോന്നുന്ന രീതിയിൽ ലൈക്ക് എന്തിന് വാക്സിനേഷൻ, ഇതൊന്നും ഇല്ലാതെ ജീവിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് പിള്ളേർക്ക് എടുക്കാതെ പോകുന്നവരുണ്ട്. പക്ഷെ ഒൺലി വൺസ് ദെയർ കിഡ്സ് ഹാവ് ബീൻ ഹിറ്റ് വിത്ത് ആ ഒരു പർട്ടിക്കുലർ തിങ്. TT എടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് നമ്മളിപ്പോ അതിനൊരു വാറന്റി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി ഉണ്ടെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നമുക്ക് അടുത്ത എന്തെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആവണ്ട. പക്ഷെ ഇതൊന്നും വേണ്ട, ഇല്ലാതെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ട് വല്ല കമ്പിപ്പാരെ കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പഴുത്തിരിക്കും. അതിന് പിന്നെ ട്രീറ്റ്മെന്റിന് പോകേണ്ടി വരും.
പക്ഷെ എനിക്ക് ഫസ്റ്റ് പോഡ്കാസ്റ്റ് ഇപ്പൊ ഈ പോഡ്കാസ്റ്റിനെക്കാളും നല്ല ഇമോഷണൽ ടച്ച് ഉണ്ടായിരുന്നു അതിനായിട്ടായിരുന്നു. പക്ഷെ അതാണോ ഇതാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു ഉത്തരം പറയാനില്ല. ഇതാണ് ഇപ്പൊ എനിക്ക് എൻ്റെ മനസ്സിൽ. കാരണം സ്പോർട്സിൽ എനിക്ക് പക്ഷെ ഒറ്റ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സിൽ ഞാൻ 10K അടിക്കുമ്പോഴേ ഈ സ്റ്റുഡിയോ ഞാൻ സെറ്റ് ചെയ്യുള്ളൂ എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അതിന് മുമ്പേ സെറ്റ് ചെയ്താൽ നല്ലതല്ലേ? അങ്ങനെയല്ല, ഇനിയൊരു 800 കൂടെ ഉള്ളൂ, അത് പഠിക്കുമായിരിക്കും. ഉള്ളത് എന്തായാലും ആവും ഇപ്പോഴത്തെ ഒരു പേസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ എങ്ങനെയായിരുന്നു അത് ഡിസ്മാൻഡിൽ ചെയ്തപ്പോഴുള്ള ഫീൽ എന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ അത്രയും പണിയെടുത്ത് ചെയ്തൊരു സാധനം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിൽ പോലും ഡിസ്മാൻഡിൽ ചെയ്തപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, വിഷമം, ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ. എനിക്ക് നീ പോയിട്ട് നമ്മുടെ ആ വീഡിയോ ഉണ്ട്, നീ ആ ജനലിന്റെ സൈഡിൽ നമ്മൾ ക്ലോസ് ചെയ്തിരുന്ന ഭാഗം പൊട്ടിച്ച് അത് നമ്മളൊരു ഇതിനകത്താണ് ഫ്രെയിം സെറ്റ് ചെയ്തിരുന്നത്. അതിങ്ങനെ പൊളിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സാധനം അടിച്ചായിരുന്നു. പിന്നെ എനിക്ക് മൈൻഡിൽ ഞാൻ അങ്ങനെ ഒരുപാട് ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഒത്തിരി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ കുറിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഡെഫിനറ്റ്ലി ഞാൻ ഇത് പണിത് തീർക്കും. ഇപ്പം ഈ ഇരിക്കുന്ന പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ പണി തീർക്കും. അത് എന്ത് തേങ്ങ ഉണ്ടായാലും ശരി ഞാൻ ചെയ്ത് തീർക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനത്തെ വിഷമമൊന്നുമില്ല. ഇത് പോയാൽ അടുത്തത് വരും എന്നുള്ളത് എനിക്കറിയാം. ഈ 2 സ്റ്റുഡിയോസിനെ 2 പേരിൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടും ആൾക്കാരെ നമുക്ക് ഇപ്പോൾ സ്റ്റുഡിയോ, ക്യാമറ, മൈക്ക് എന്നൊക്കെ പറയുന്നത് ആസ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ആസ് എ പോഡ്കാസ്റ്റർ, ആസ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ആസ് സിംഗേഴ്സ് എല്ലാം നമുക്ക് കുറച്ചൊരു അറ്റാച്ച്മെന്റ്, ജീവനുള്ള സാധനമാണെന്ന് പറയും. ഞാൻ എൻ്റെ ഗിറ്റാറിലെ കാര്യം തൊടാൻ വന്നു കഴിഞ്ഞാൽ തൊടരുത്, അതിന് ജീവനുണ്ടെന്ന് ഞാൻ ലിറ്ററലി പറയും. അതെ, ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പോൾ ഹൗ വുഡ് യു ഡിസ്ക്രൈബ് ദീസ് 2 സ്റ്റുഡിയോസ്? അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിന്റെ ഇമോഷൻ? ഒരു അല്ല അങ്ങനെയല്ല, എന്താടാ സക്സസ് അല്ലേ ഇത്രയും സാധനം ഫുൾ ഓഫ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ഒരു മനുഷ്യനെ കൊണ്ട് പറ്റണ കാര്യമല്ല. നീ തന്നെ എന്റെ അടുത്ത് ചോദിക്കും, ഞാൻ തന്നെ ഇതിന് ഉത്തരം പറയുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ ഹോസ്റ്റ് ആയിട്ടിരിക്കുമ്പോ ഐ ആം സപ്പോസ്ഡ് ടു ആസ്ക് യു ഓൾ ദീസ്. അല്ലല്ല, നീ ചോദിച്ചതിന് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റേത് വാസ് ലൈക്ക് ഹാർഡ് വർക്ക് ആൻഡ് ദിസ് വാസ് ലൈക്ക് സക്സസ്. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ അത് ചെയ്തു വന്നപ്പോൾ എനിക്കൊരു നല്ല സംശയം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഇറ്റ്സ് ഇൻ ട്രിവാൻഡ്രം. എത്രമാത്രം കൊച്ചിയിലാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കണക്ഷൻസ് ഉണ്ട്, എനിക്ക് ആൾക്കാരെ വിളിച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണയൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ചിലപ്പോൾ ഇവിടെ നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒയ്യോ നടന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഈ പട്ടികളൊന്നും വന്നില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. സത്യം. പിന്നെ ഞാൻ അത് വേറെ കുറെ കഥകളുണ്ട്, അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ പൊട്ടിക്കാം. കാരണം ഒന്നാമത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, എന്റെ ജോഷ് ടോക്കിലും പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ ഈ കുറേ പേരുണ്ടല്ലോ ഈ സ്വന്തം ജീവിതത്തിലെ ഈ കഷ്ടപ്പാടുകളെ ഇങ്ങനെ വീണ്ടും 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 പറഞ്ഞോണ്ടിരിക്കുന്നത്. അതൊരു തരത്തിൽ നമ്മളുടെ അടുത്ത് ഈ പിച്ചെടുക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. സത്യമായിട്ടുമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്താലും റിയൽ ലൈഫിൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ അത് ജോഷ് ടോക്കിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നോട് സിമ്പതി തോന്നി എനിക്ക് വേണ്ടി ഒരു തേങ്ങയും ചെയ്യണ്ട. അത് അപ്പോൾ തോന്നുന്ന ഒരു എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നോ കുറ്റമാണെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിനക്കത് പേഴ്സണലി ഇഷ്ടമല്ല, എന്നെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ഞാൻ ഞാൻ നോക്കുമ്പോ ഈ ചിലരുണ്ട് മറ്റേ അയ്യോ ഞങ്ങൾക്കിത് പറ്റത്തില്ല, ഞങ്ങൾക്കിത് പറ്റത്തില്ല. ബേസിക്കലി അവരിത് പറയുന്നതിൻ്റെ ഒരു ലക്ഷ്യം, ഇപ്പം ആരെങ്കിലും അവരെ കുറ്റം പറയുകയാണ്, നീ സത്യത്തിൽ ഇത് ഇട്ടത് 10 പേര് നിന്നെ സഹായിക്കാൻ വേണ്ടി അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. മേ ബി അങ്ങനെ ആയിരിക്കില്ല. യൂട്യൂബിൽ പല ആൾക്കാരും ഉണ്ട് ഇപ്പോഴും മറ്റേ പഴയ വീട് കണ്ടൻസ് ചെയ്യാനും എന്നിട്ട് ഇപ്പുറത്ത് പുതിയ വീട്ടിൽ നല്ല കിടലുമായിട്ട് താമസിക്കുന്നതായിട്ടുള്ള ജെന്യൂനായിട്ട് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല, ജെന്യൂനായിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടന്റ് ക്രിയേഷനുള്ള ഒരാൾ പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പതി വിൽക്കാൻ പറ്റിയാലേ ഏറ്റവും കൂടുതൽ വ്യൂഷിപ്പ് കണ്ടന്റ് ക്രിയേറ്റർ ആവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അളിയ എനിക്ക് അങ്ങനെ വേണ്ട. ഇനി നാളെ വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഇത് ഞാൻ മരിച്ചാൽ എനിക്ക് കാണാം, അല്ലെങ്കിൽ എന്നെ വേറെ ആർക്കെങ്കിലും കാണാം. ഇതൊക്കെ ഇവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. പിന്നെ എനിക്ക് തന്നെ ഇടയ്ക്ക് എന്നെ കാണാം. അതിനേക്കാളും വലിയ സന്തോഷം എന്തായാലും എനിക്കില്ല. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്, നിന്റെ ഇടയ്ക്ക് പറഞ്ഞു പോട്ടെ, നിന്റെ ഒരു വ്ളോഗിങ് സ്റ്റൈലിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഒരു അഹങ്കാരി എന്നുള്ളൊരു സംഭവം ഉണ്ട്. അല്ലെങ്കിൽ അഹങ്കാരി ആണല്ലോ നീയോടെ. അപ്പോൾ ആ ഒരു സാധനം മാറ്റി ഞാൻ നിന്നെ ഇപ്പോൾ എടാ പോടാന്നൊക്കെ വിളിക്കുന്നതൊക്കെ മാറ്റിയിട്ട് വല്ല ചേട്ടാന്നോ ചേച്ചാന്നോ ഒക്കെ വിളിച്ച് ഭർത്താവിനെ നോക്കുന്ന ഭാര്യയായിട്ട് ആ രീതിയിലുള്ള സാധനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റീച്ച് കിട്ടുമെന്ന് എനിക്ക് വേണ്ടത്. കാരണം ഞാൻ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. ഞങ്ങളായി മാറിയത്, ഞങ്ങളുടെ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് വി വെയർ അസ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. അല്ലടി, അത് വേറൊരു സീനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഈ റിയാക്ഷൻസ് ചെയ്തുകൊണ്ടിരുന്ന സമയമുണ്ട്. ആ സമയത്ത് മറ്റേ ഈ ഫോർച്യൂണർ കഥ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഫോർച്യൂണർ വാങ്ങാനാണ് ഈ ഇമോഷണൽ നമ്മൾ ഒരുമിച്ചല്ലേ ചെയ്തേ. അല്ല, ഞാൻ മൊത്തത്തിൽ ടച്ച് ചെയ്യാതെ അതങ്ങ് ടച്ച് ചെയ്ത് പോയെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് പല
കണ്ടന്റ് ക്രിയേറ്റേഴ്സും. അത് അങ്ങനെ തന്നെ അവർ ചെയ്തു എന്നുള്ളതൊന്നുമല്ല, പക്ഷെ അങ്ങനെ ഒരു സ്കോപ്പ് ആക്ച്വലി ഈ മേഖലയിൽ കടപ്പുണ്ടെന്നുള്ളതാണ്. കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മുടെ അടുത്ത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നതാണ്, നമ്മുടെ അടുത്ത് വരുന്ന മിക്ക കണ്ടന്റ് ക്രിയേഷൻ ഓർ ദ ബ്രാൻഡിങ് തിങ്ങിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് പോലെ ഒരാളും ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യില്ല. നമ്മളതിന് ജെന്യൂൻ ആയിട്ട് ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് പറയുമ്പോൾ മിക്കവർക്കും അത് വേണ്ട, താല്പര്യമില്ല. നമ്മളൊരുമാതിരി കാശുണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ, അവരെ പോഷിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മള് കാരണം നമുക്ക് അങ്ങനെ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. ലൈക്ക് ഒരു ക്ലയന്റിനെ അവര് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത് വിടുക എന്നുള്ളതാണ് ഏതൊരു കമ്പനിയാണെന്നുണ്ടെങ്കിലും ചെയ്യേണ്ട കാര്യം. പക്ഷെ അതിന് പകരം അവരെ എന്നും മറ്റേ പാൽക്കുപ്പിയും കൊടുത്ത് സൈഡിലിരുത്തിയിട്ട് ഞങ്ങൾ പണി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു മീഡിയ കമ്പനീസ് എല്ലാം ഉണ്ടെങ്കിൽ ഒരു സ്റ്റൈലിൽ ചെയ്തു പോകുന്നത്. ചുമ്മാ അവ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്തിട്ട് കൊടുക്കുക, അതിനകത്ത് ക്വാളിറ്റി ഉണ്ടോ ഒരു വിഷയമല്ല. അത് വാങ്ങാൻ ആളുണ്ടെങ്കിൽ ചെയ്യുന്നതിൽ എന്താണ്? അത് മലയാളിയെ പറ്റി പറയുന്ന ഒരു കോമൺ സാധനമാണ്. എന്ത് സാധനം ഒരു ഗിഫ്റ്റ് റാപ്പറിൽ പൊതിഞ്ഞ് ഇച്ചിരി ഇത് നന്നായിട്ടൊക്കെ വെച്ചിട്ടൊരു 1000 രൂപ പ്രൈസ് ടാഗ് ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാങ്ങും എന്നുള്ളത്. അതാണ് ഇതിൻ്റെ അത് സംഭവിക്കുന്നത്. ബേസിക്കലി ക്വാളിറ്റി ആർക്കും വേണ്ട, ക്വാണ്ടിറ്റി മതി. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതെപ്പോഴും ഉണ്ടേ, ഞാനായിട്ട് കണ്ടുപിടിച്ച സാധനമൊന്നുമല്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ബുക്ക് വെച്ചേക്കായിരുന്നു കേട്ടോ. പിന്നെ എന്തിനാ ലാപ്ടോപ്പ് ആപ്പിൾ ആണെന്ന് കാണിക്കാൻ? ലാപ്പിൽ ചാർജിലുണ്ടായി പോയി, കുത്തിയിട്ടില്ല. ഇത്ര ലാഗ് കയറരുത്. നിക്കടെ. പിന്നെ ഇപ്പൊ നേരത്തെ നീ ചോദിച്ചതുപോലെ തന്നെ വേറെ സീൻ ഉണ്ട്. വാട്ട് ഈസ് പോഡ്കാസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നീ ഇരിക്കുന്നതാണോ? ഇതൊരു നോർമൽ ഇന്റർവ്യൂല് മറ്റേ നമ്മുടെ ഇങ്ങേരിക്കും ഷൈൻ ടോം ചാക്കോ അല്ലേ, ഷൈൻ ടോം ചാക്കോ പുള്ളിക്കാരൻ പോയിരിക്കാറുണ്ട്. പക്ഷെ നീ മിക്ക നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നതൊക്കെ ഭയങ്കര കുറവാണ്. ബിക്കോസ് അതിനൊരു സ്റ്റൈൽ ഓഫ് സിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ പോഡ്കാസ്റ്റ് അങ്ങനെ വേണമെന്നില്ല. ഞാൻ ആദ്യം ഇങ്ങനെയൊക്കെ ഇരുന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്റെ ഒരു ചില ഇംഗ്ലീഷിലെ സാധനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ചാനൽ റെഫറൻസ് ഒന്നും തരുന്നില്ല, അങ്ങനെ ഞാൻ പറഞ്ഞ് നിങ്ങൾ പോയി കാണണ്ട. അതല്ല, ഈ അവിടെ ഈ കുതിരയുടെ ഒക്കെ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അതിന്റെ ഉള്ളിലെ അതിനെന്താ പറയും, എനിക്ക് ഇത് കിട്ടുന്നില്ല, അവിടെ ഇരുന്ന് പോഡ്കാസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കിൽ ഇതിന്റെ സൗണ്ട് സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇങ്ങനത്തെ കുറെ അങ്ങനെയൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള പോഡ്കാസ്റ്റുകൾ ഒരുപാടുണ്ട്. ട്രാവൽ ചെയ്യുമ്പോഴുള്ള പോഡ്കാസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തതിൻ്റെ റിസൾട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ പുതിയ സ്റ്റുഡിയോയുടെ ടൂറ്, പഴയ സ്റ്റുഡിയോയുടെ ടൂറ്, പഴയ സ്റ്റുഡിയോ വർക്ക് ചെയ്ത് വരുന്നത്, അതിൻ്റെ കുറേ ബാക്ക് എൻഡ് സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഇമോഷണൽ ബാക്ക് എൻഡ് സ്റ്റോറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. നമ്മൾ ചിലപ്പോൾ പോയിട്ടുള്ള സ്ട്രഗിൾസ്, നമ്മൾ ചെയ്തിട്ടുള്ള സാക്രിഫൈസ്, ലൈക്ക് ആസ് എ കപ്പിൾ നമ്മൾ എടുത്തിട്ടുള്ള സാക്രിഫൈസസ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. വാട്ട് വുഡ് യു സേ അബൌട്ട് ദാറ്റ്? എന്തിനാ അറിയുന്നത്? എനിക്ക് അറിയിക്കണമെന്നില്ല. എന്തിനാ അത്? ഇപ്പൊ അത് ഞാൻ എടുത്തിട്ടുള്ള എഫേർട്ട് അല്ലേ. ഇപ്പൊ തന്നെ ഞാനതാണ് ചില സമയത്ത് നമ്മളിപ്പോ ഈ ഒരു സ്റ്റുഡിയോ വന്ന് കാണുന്ന ഒരാൾക്ക് പോരല്ലോ എന്ന് വേണമെങ്കിൽ പറയാം, ഈ കളർ കോമ്പിനേഷൻ ഇതെന്താ ബ്ലാക്കും ഈ കളറും കൂടെ കൊടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കാം. ഇതിനെല്ലാത്തിനും നമ്മുടേതായിട്ടുള്ളൊരു ടച്ച് ഉണ്ട്. പിന്നെ ഞാൻ അതാണ് ഇവിടെ പച്ച കളർ കൊടുക്കണമെന്നായിരുന്നു, ഞാൻ സമ്മതിച്ചില്ല. അല്ല, പച്ച അത് പണ്ട് മുതൽ നമ്മുടെ ഇതിനകത്ത് പച്ചയും ബ്ലാക്കും വന്നുകൊണ്ട് ആ ഒരു കോമ്പിനേഷൻ പൊക്കോട്ടെ എന്നുള്ളതായിരുന്നു ഐഡിയ. അല്ല, ഇപ്പൊ നീ ചോദിച്ച സാധനത്തിനകത്ത് നമ്മുടെ ഇമോഷൻ, ഞാൻ അതാ പറഞ്ഞു, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നീ ഇപ്പൊ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടാവും ഇല്ലേ, ഇത് നിന്റേത് മാത്രമാണ്, അത് നിന്റേത് മാത്രമാണ്. അതിനെ പുച്ഛിക്കാനും അതിനെ കളിയാക്കാനും ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ആദ്യത്തെ സ്റ്റേജിൽ ഉണ്ടാവുക. ഒരു രണ്ടാമത്തെ സ്റ്റേജ് വരേക്കൊക്കെ എത്തുമ്പോൾ പിന്നെയും കുറച്ച് പേര് വേണമെങ്കിൽ ട്രൈ ചെയ്യുന്നിട്ട് മടുത്തു കഴിഞ്ഞാൽ നിർത്തിക്കുമെന്നുള്ള ഒരു സാധനം പറയും. ആൻഡ് സക്സസ് ആയാൽ ഈ പറഞ്ഞ എല്ലാ മൈത്താണ്ടികളും തിരിച്ചു വരും. സത്യം കിട്ടും. നീ നോക്കിയാൽ വേണമെങ്കിൽ നമ്മൾ ഇതിൽ ക്ലച്ച് പിടിക്കുന്നു കണ്ടു കഴിഞ്ഞാലും മാറുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ചോദിക്കാം കേട്ടോ, ബ്രോയ്ക്ക് എത്ര അച്ഛനുണ്ടെന്നൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഉൾട്ടേക്ക് അടിച്ചാളെ. നമ്മുടെ പെർസ്പെക്റ്റീവിൽ ചേഞ്ച് വരുന്നതിനല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ഇപ്പൊ ഇതാണ് ശരിയെന്ന് തോന്നിയതിൽ പിന്നീട് തെറ്റെന്ന് തോന്നുന്ന കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഈ അതത്രേ ഉള്ളൂ. നമ്മുടെ ഇമോഷൻസ് ആർ ഓൾവേസ് ലൈക്ക് നമ്മുടെ മാത്രം. അത് ആർക്കും മനസ്സിലാവണമെന്നില്ല. അതിപ്പോൾ നമ്മൾ എത്ര ചിലപ്പോൾ നമുക്ക് നന്നായി സംസാരിക്കാനോ നന്നായി പ്രസൻറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രസൻറ്റ് ചെയ്ത് എടുപ്പിച്ച് ആ ഒരു ഫീലിങ്ങിലേക്ക് അവരെ കൊണ്ടുവരാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ഇമോഷൻസ് വിൽ ബി ഓൾവേസ് ആർ തിങ്.
നമ്മൾ കരയുമ്പോൾ അതിന് എന്തിനാണ് ആ കരയുന്നത് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു പട്ടിയുടെ ഇമോഷൻ ഒന്നും ഞാൻ അപ്പൊ എന്തായാലും ഈ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ എന്തായാലും നമുക്ക് ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ഒരു മൊമെന്റ്സിൽ എനിക്ക് കുറച്ച് ഡൗൺ ആവുന്നു എന്ന് തോന്നുന്ന സമയങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഡൗട്ട് ചെയ്യാമല്ലോ. സെൽഫ് ഡൗട്ട് ചെയ്യാത്ത ആൾക്കാരില്ല, എല്ലാവരും സെൽഫ് ഡൗട്ട് ചെയ്യും. നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ, ക്യാൻ യു പുൾ ദിസ് ഓഫ്. ആ അങ്ങനെ തോന്നുന്ന സിറ്റുവേഷനിൽ വാട്ട് ബ്രോട്ട് യു ബാക്ക്? ലൈക്ക് നിനക്ക് കണ്ടിട്ടുള്ളതല്ലേ, എനിക്ക് എപ്പോൾ എന്തെങ്കിലും ഒരു സീൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയി എന്തെങ്കിലും ഒരു വീഡിയോ കാണുന്ന മിക്കവാറും ഒരു 3-4 ഇരിപ്പുണ്ട്, അതൊക്കെ മുമ്പിലോട്ട് വെക്കുകയാണെങ്കിൽ വേണ്ട, ഇത്രയും മതി. അതിപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇവരെല്ലാവരുടെയും ലൈഫ് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫറെന്റ്. ഞാൻ മെസ്സിയുടെ കാര്യത്തിൽ എപ്പോഴും കണ്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ, പുള്ളിക്ക് ഒന്നും പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, എന്നിട്ടും വേൾഡ് കപ്പ് ഇല്ല, ഇന്റർനാഷണൽ ട്രോഫി ഇല്ല എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ കളിയാക്കിക്കൊണ്ടിരുന്നതാണ് ആൾക്കാർ മുഴുവനും. വേൾഡ് കപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടോ അത് മുഴുവൻ റിട്ടാണെന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ അതാ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ഇത് വരുന്ന സമയത്ത് ഞാൻ ബാഡടി, ഒന്നാമത്തെ കാര്യം എനിക്ക് പെട്ടെന്ന് ഇമോഷണലി ഞാൻ പെട്ടെന്ന് എനിക്ക് കൊള്ളും, എനിക്ക് സാധനം പെട്ടെന്ന് കൊള്ളും, പക്ഷെ അത് ഞാൻ പെട്ടെന്ന് വിടുകയും ചെയ്യും. പക്ഷെ ചില സമയത്ത് എനിക്കിത് കൂടുതലാണെങ്കിൽ അപ്പോഴേക്കും എന്തെങ്കിലും ഞാനൊരു സ്പോർട്സ് വീഡിയോ ഒക്കെ കണ്ട് ഞാനങ്ങ് പീസാവും. ചിലപ്പോൾ കാണുന്നത് മിക്കവാറും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടീം തോക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കൂടെ തോക്കാനും ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇത് ഒരു ഭയങ്കര കിടിലൻ ക്വാളിറ്റി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് പറ്റാത്തൊരു സാധനമാണ്. ഞാൻ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് ഒന്ന് റീബൗണ്ട് ചെയ്ത് കയറി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. നേരത്തെ ആ ടൈം ഗ്യാപ്പ് വളരെ കുറവായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ കുറേ സിറ്റുവേഷൻസും കാര്യങ്ങളും വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് മുകളിലോട്ട് കയറി വരാൻ വേണ്ടിയിട്ട്. അല്ല, അതിന് കുറ്റമൊന്നും പറയല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, എല്ലാവർക്കും ഇപ്പോൾ മറ്റേ ഇതിൽ പറയുന്ന പോലെ തന്നെ പനിയെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്ന സംഭവങ്ങളില്ലേ, റെസ്ട്രിക്റ്റ് അല്ലല്ലോ, റെസിസ്റ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ആയിരിക്കില്ല ഇപ്പോൾ മറ്റൊരാൾക്ക്. അതേപോലെ തന്നെയാണ് ഇമോഷണൽ സാധനങ്ങൾ. ഇപ്പം ഞാനൊരു സാധനത്തിനെ എടുക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ നീ എടുക്കുന്നത്. പണ്ട് എല്ലാവരും എന്നോട് പറയാൻ ഞാൻ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആണെന്ന്. ഒപ്റ്റിമിസ്റ്റിക് മാറിപ്പോയി. എല്ലാത്തിനും ഞാൻ പോസിറ്റീവായിട്ട് എടുക്കത്തുള്ളൂ. ഇപ്പോൾ തോറ്റാലും എന്താ കുഴപ്പം. മുമ്പ് അങ്ങനെ ഒന്നും ആയിരുന്നില്ല. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ എൻ്റെ പിള്ളേരുടെ കൂടെ കളിക്കാൻ പോകുമ്പോൾ പോലും തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ പിത്തനെയാണ്, മീൻസ് ലൈക്ക് കള്ളക്കളി. പക്ഷെ പിന്നെ എനിക്ക് അങ്ങനെ അതിനകത്തൊന്നും അത്ര വലിയ ഒരിതൊന്നും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസ് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു ബേസിക് കാര്യം പറയാം കേട്ടോ. നമ്മൾ ഈ ഒരുപാട് ഇമോഷൻ ആവുന്നതിന് മിക്ക റീസൺ എന്ന് പറയുന്നത് സംതിങ് ലൈക്ക് വി എക്സ്പെക്ട് ഫ്രം സം പീപ്പിൾ എന്നുള്ളതാണ്. സീരിയസ് ആയിട്ടും ശ്രദ്ധിച്ചാൽ മതി. ഈ പല സിറ്റുവേഷൻസിലും നമ്മുടെ കൂടെ ഇവരില്ലായിരുന്നല്ലോ, നമ്മുടെ കൂടെ ഇവരുണ്ടായിരുന്നെങ്കിൽ, നമ്മളെ ഇവർ മനസ്സിലാക്കിയില്ലല്ലോ, നമ്മളെ ഇവർ കണ്ടില്ലല്ലോ, കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള സാധനം പാട്ടായിരുന്നു. അത് കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ, കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ, കരളുരുകും ഒരു താരാട്ട് എന്നമ്മേ ഫുൾ സെറ്റപ്പ് സാധനങ്ങളാണ് ഇറക്കിയിരിക്കുന്നത് പ്രാവശ്യം. ഒന്നിനും ടെൻഷനാവില്ല. അപ്പൊ പറഞ്ഞതെന്ന് ഇത്രേ ഉള്ളൂ. ഈ സാധനങ്ങളെല്ലാം മെസ്സിയുടെ 4 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നീ തിരിച്ച് നേരെ അതുകൊണ്ട് നിന്റെ ആവണമെന്നില്ല. ഞാൻ നിന്റെ കാര്യമാണല്ലോ ചോദിച്ചത്. ഞാൻ കൂട്ടത്തില് ഞാൻ എന്റെ കാര്യം പറഞ്ഞു. പണ്ട് മുതലുള്ള സിനിമ, പഴയ സിനിമകളാണെങ്കിലും ചുമ്മാ ഇരുന്ന് കാണും. ദിലീപിന്റെ ഒക്കെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാത്ത മനുഷ്യനുണ്ടെങ്കിൽ അവരെ പിടിച്ചടിക്കണം. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് എൻജോയ് ചെയ്ത് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓരോ സാധനങ്ങൾ നമ്മൾ ജസ്റ്റ് ചുമ്മാ സിനിമയായിട്ട് കണ്ടുപോകുന്നതിന് പകരം അതിൻ്റെ അകത്തെ ഒരു ഇമോഷൻ അത് അതിൻ്റെ ബാക്കിലെ ഒരു സംഭവം, അതിൻ്റെ ഓരോ സീനിന്റെ ബ്യൂട്ടി, ഈ സംഭവങ്ങളെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് കാലമായിട്ടാണ്. പഞ്ചാബി ഹൗസ് സിനിമ ഇഷ്ടമാണോ? പഞ്ചാബി ഹൗസ് സിനിമയിൽ ദിലീപിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊട്ടം കയറി മുഴിഞ്ഞ് ചാവാൻ നോക്കിയിട്ട് ചാവാൻ പറ്റാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം. പക്ഷെ ആ മനുഷ്യൻ നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട് ഒരുപാട്. ആ സിനിമ മൊത്തത്തിൽ അപ്പൊ ഇത്രേ ഉള്ളൂ. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യനില്ല. ഇതിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളിടത്താണ് ഈ കളി മുഴുവൻ. ഒരു ഭയങ്കര വലിയ വാലിഡ് പോയിന്റ് ആണ്. ഈ സാധനം കട്ട് ചെയ്ത് മറ്റേ റീൽസിലൊക്കെ ആണ് നമുക്ക് ഇടാൻ കേട്ടാ. ഇട്ടാണ് എഡിറ്റ് ചെയ്യണവനാണല്ലോ, അതുകൊണ്ടാ നോക്കാം. ഓക്കെ. ഇപ്പൊ നിന്റെ മൈക്കില്ലേ, മുമ്പിരിക്കുന്ന മൈക്കിന് നിന്നോട് തിരിച്ചെന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും?
അതെങ്ങനെ എനിക്കറിയാം, അത് മൈക്കിനല്ലേ അറിയത്തുള്ളൂ. എന്നാലും നീ ഒന്ന് പറ, മൈക്കിന് നിന്നോട് എന്തെങ്കിലും പറയാൻ. നീയാണ് എപ്പോഴും മൈക്കിനോട് സംസാരിക്കുന്നത്. യു ആർ ഓൾവേസ് യു കീപ് ഓൺ ഇന്ററാക്ടിങ് വിത്ത് ദ മൈക്ക്. മേ ബി ആൾക്കാർ കാരണം നമ്മുടെ മീഡിയം ഇതാണ്, മീഡിയം ഓഫ് ഇന്ററാക്ഷൻ ഇതായതുകൊണ്ട് തന്നെ വി കീപ് ഓൺ ഇന്ററാക്ടിങ് വിത്ത് ദ മൈക്ക്. വാട്ട് വുഡ് യുവർ മൈക്ക് ടെൽ യു? ചിലപ്പോൾ അത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള സാധനമാവാം. തുപ്പി എന്നെ നിറയ്ക്കാതടാ എന്നുള്ളതായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അത് പറയുന്നുണ്ടോ? കാര്യം ഞാനാണെങ്കിൽ മറ്റാൾക്കാർ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് മൈക്ക് യൂസ് ചെയ്യുക. ഭയങ്കര ക്ലോസ് ആയിട്ട് മൈക്ക് പിടിക്കാറ്. ഇതല്ല, ഇതിപ്പോ ഫിക്സ്ഡ് ആയിട്ടുള്ള സംഭവം അല്ലേ. മറ്റേ മൈക്ക് ഇവിടെ ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കും, എനിക്ക് ഇങ്ങനെ വെച്ച് ഞാൻ ഇങ്ങനെ വെച്ച് സംസാരിക്കുള്ളൂ. എസ്പെഷ്യലി പ്രോഗ്രാംസ് പുറത്തൊക്കെ ഹോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അല്ല, മൈക്ക് എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടാവുക നീ ഇത്രയും ചിലക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ചില സമയത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് മിണ്ടാതിരിക്കും. ചിലപ്പോൾ ഞാൻ ഒന്നും മിണ്ടൂല. ആൾക്കാർ അതിന് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് എനിക്ക് വേറെ രീതിയിലാണ്. ഞാൻ കുറേ നേരം എനിക്ക് വെറുതെ മിണ്ടാതെ TV കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെയാ. ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഇരിക്കും. വീട്ടിലെ ആൾക്കാർ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? ഞാൻ എന്റെ പണി നോക്കി ഞാൻ റൂമിൽ ഇരിക്കുകയായിരിക്കും, ഇവൻ TV കണ്ടോണ്ടിരിക്കുകയായിരിക്കും, ഇവൻ സ്പോർട്സ് കണ്ടോണ്ടിരിക്കുന്നല്ലേ, ഫുട്ബോൾ കണ്ടോണ്ടിരിക്കുന്നല്ലേ, എനിക്ക് ഇഷ്ടമല്ലാതെ ഏതെങ്കിലും പടങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ കൂടെ പോയിരുന്നിട്ട് എന്തോ എടുക്കാനാ? അല്ല, അപ്പം ഞാൻ അങ്ങനെ ഇരിക്കും. ആൻഡ് സഡൻ ആയിട്ട് എപ്പോഴും എനിക്ക് മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എനർജറ്റിക്കാണ്. അപ്പം ഈ സംസാരിക്കുന്നത് മൈക്കിന് മുമ്പിൽ വരുമ്പോൾ ഒത്തിരി സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം മേ ബി എനിക്ക് തോന്നുന്നു മൈക്ക് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാൻ പോകുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാലം അത്രയും നിന്നെ ഞാൻ കേട്ടു, അല്ലെങ്കിൽ നീ പറയുന്നതെല്ലാം ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു, എന്നിട്ടും എൻ്റെ പൊന്നു കൊച്ചുമൈര നീ ഇന്ന് വരേക്കും എന്നോട് ചോദിച്ചില്ലല്ലോ, നിനക്കെന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്കെന്താണ് പറയാനുള്ളതെന്ന് നീ കേട്ടില്ലല്ലോ എന്ന് ചോദിക്കും. അതേ ഉണ്ടാവുള്ളൂ. എന്തായിരിക്കും പറയാനുള്ളത്? അത് മൈക്കിനല്ലേ അറിയത്തുള്ളൂ. ഇടി മറ്റേ മൈക്കിന്റെ ചിന്ത എന്തോന്ന് എനിക്കറിയാവും. നീ എന്തോ തേങ്ങ ചോദിക്കും. മൈക്കിന് ചിലപ്പം എടാ നീ കൊള്ളാമെന്ന് പോലെ ചിലപ്പോ പറയുമായിരിക്കും. അതേ ഉള്ളൂ. വേറൊരു ഇത് ചോദിക്കാം. ഇപ്പോ ഒരു മണം, if there was a smell that remind you of your studio, of your workspace, ആ സ്മെൽ എന്തായിരിക്കും? നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരുത്തർക്ക് നമുക്ക് ഒരു പ്രത്യേക മണമില്ല. ഇപ്പൊ നിനക്കൊരു മണമുണ്ട്, എനിക്കൊരു മണമുണ്ട്, നമ്മൾ നിൽക്കുന്ന ഈ സ്പേസിൽ ഒരു മണമുണ്ട്. അതെന്തായിരിക്കും നിന്റെ മൈൻഡിൽ? അതെന്തായിരിക്കും? ഞാനത് അത് എന്ത് മണമാണ്, എന്ത് ഫ്രാഗ്രൻസ് ആണെന്നല്ല ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് എപ്പോഴും ഞാൻ അവിടെ കയറുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. മേ ബി അങ്ങനെ പറയാം. എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ആ സ്റ്റുഡിയോ എനിക്ക് 1 വർഷത്തിന് മുമ്പ് പൊളിച്ച് ഇങ്ങോട്ട് മാറ്റേണ്ടി വരുമെന്നുള്ളൊരു പ്ലാൻ എന്നല്ല, ഞാൻ സ്വപ്നം പോലും അങ്ങനെ കണ്ടിട്ടില്ല. ഞാനൊരു 2 വർഷത്തോളം അവിടെ ഇങ്ങനെ തുഴയാം എന്നുള്ളൊരു പ്ലാനിലൊക്കെയാണ് ഇരുന്നിരുന്നത്. പക്ഷെ ഇറ്റ് വാസ് ലൈക്ക് വെരി സഡൻ ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് വെരി ഫോഴ്സ്ഫുള്ളി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. അയ്യോ, അതിനെന്തോരം കഥ വന്ന് നമ്മൾ പൂട്ടിപ്പോയി ഇതാണോ കണ്ടോ, പൂട്ടിപ്പോയോ? അങ്ങനെയല്ല, അതും ചിലർക്ക് പൂട്ടിപ്പോയോ എന്നുള്ളത്, ചിലർക്ക് ആ പോയത് പൈസയല്ലേ എന്നുള്ളത്. ഞാൻ പിന്നെ ഇവരൊക്കെ പണ്ടാരടങ്ങി എന്ന് പറഞ്ഞിട്ട് സന്തോഷിച്ച കുറെ ഉണ്ട്, പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷിച്ച ടീമുകളെ എനിക്കറിയാം. അപ്പോഴാ അതൊക്കെ ഉണ്ട്. മാത്രം ഞാൻ ആരുടെ? നീ മാത്രല്ല, ഞാനും ഉണ്ടല്ലോ. അതൊക്കെ പോടെ. ഇപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് നമ്മള്. യെസ്, വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ്. സോ ആസ് യുവർ പാർട്ട്ണർ ഇൻ ബോത്ത് യുവർ ലൈഫ് ആൻഡ് ഇൻ യുവർ പോഡ്കാസ്റ്റിംഗ് ജേർണി ആൻഡ് എവറിത്തിങ്, പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ്, ഇപ്പോൾ നീ ഒരു മൊമെന്റിൽ നിനക്ക് ഡൗൺ ആവുകയാണ്, നീ താഴേക്ക് പോവാണ് എന്ന് തോന്നുന്ന സമയത്ത്, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വാട്ട് വുഡ് യു വാണ്ട് മീ ടു സേ ടു യു? നിനക്ക് ഡൗൺ ആവുകയാണെങ്കിൽ അല്ല, നിനക്ക് നീ ഡൗൺ ആവുകയാണ്, നിന്നെ അപ്പൊ പിടിച്ച് പുള്ളി ഇത് മുകളിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും ഞാൻ എന്ത് പറയണമെന്നാണ് നീ ആഗ്രഹിക്കുക? ഇപ്പൊ ചില നമ്മുടെ ലോ മൊമെന്റ്സിൽ, ഇപ്പൊ ഞാനിപ്പോ ഭയങ്കര ലോ ആയിട്ടിരിക്കുന്ന സമയത്ത് പോഡ്കാസ്റ്റ് ആണോ അതോ നമ്മുടെ എന്താണ് തെറാപ്പി സെഷൻ ആണോ? അല്ല, സീരിയസ് ആയിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചാലടി, ഇപ്പം ഞാൻ പറയട്ടെ, എനിക്കിപ്പോ നിന്നിൽ നിന്നെന്ന് മാത്രമല്ല, ഇപ്പൊ ഏതൊരു മനുഷ്യനും ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് ലിസൺ ടു ദം വാട്ട് ദേ റിയലി വോണ്ട് ടു സേ, ദെൻ റിയാക്ട് എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ഇമോഷണലി ഡൗൺ ആകുമ്പോൾ ഞാൻ ഭയങ്കര ദേഷ്യപ്പെടും.
എനിക്ക് വട്ടുപോലെ എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് രാത്രി വന്നിരുന്ന് സോറി എന്നും പറയും. അല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഈ ഒത്തിരി കാലത്തേക്ക് ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമൊന്നുമില്ല, സത്യമായിട്ടുമില്ല. ഞാൻ പക്ഷെ പറയുമ്പോൾ ചിലപ്പോൾ ഇരിപ്പത് ഉറക്കണ പോലെ ഞാൻ പറയും, ചിലരോട് ഞാൻ പറയില്ല. ഇപ്പം ചിലരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഭയങ്കര ഇതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ 3rd rate പോഡ്കാസ്റ്റ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ ചിരിക്കുന്നൊരു ഇമോജി മാത്രമേ ഇട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീട്ടങ്ങളെ പോലെ കാണാറുള്ളൂ. അവർക്കൊക്കെ ഉള്ള മറുപടി ബാക്കി ആൾക്കാർ അല്ല, എനിക്കറിയാം ഇത് എന്നെ ഇമോഷണലി തട്ടിക്കാൻ വേണ്ടി പറയുന്നത്. ആ സാധനത്തിന് വീഴണമെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പം വേറെ. ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള അതെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇപ്പം നീ എന്നോട്, പക്ഷെ ഇതുവരെയൊക്കെ എനിക്ക് അങ്ങനെ നീ ഒരു ഇമോഷണൽ സീൻസിൽ എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതിരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ ടെക്നിക്കലി ഞാനത് എനിക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറയുന്നത് ഇസ് നോട്ട് പോസിബിൾ. അങ്ങനെയല്ല, നമ്മുടെ ജേർണി ഈസ് ഗെറ്റിംഗ് ബിഗർ നൗ. ഇപ്പൊ നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, എടാ ഇപ്പൊ ഒരാളുടെ ലൈഫിൽ ഞാനിപ്പോ കുറച്ചൊക്കെ നമ്മൾ സോഷ്യൽ വർക്കിൽ കാര്യങ്ങളെല്ലാം നിന്നുകൊണ്ട് മനസ്സിലായ ഒരു കാര്യം വെച്ചിട്ട് ഇപ്പം അതിപ്പോ നമ്മൾ it should not be partner or anyone, even if it's a friend, even if it's a family member or anyone in the life. ഒരാൾ ഒരു ഇമോഷണൽ ഡൗണിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ try to listen to them, try to understand them and if possible help them. ഹെൽപ്പ് എന്ന് പറയുന്ന ലാസ്റ്റ് വെക്കുക. ചിലരുണ്ട് എല്ലാം അറിയാം, ഞാൻ തിരുത്തി തരാം, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു പോകുന്ന ടീംസ്. നെവർ ഡു ദാറ്റ്. കാര്യം അവർക്ക് വേണ്ടത് ഈ പ്രശ്നം ശരിയാക്കുക എന്നുള്ളതായിരിക്കില്ല ചിലപ്പോൾ. small pep talk or a hug അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഫസ്റ്റ് ലിസൺ ടു the person who is like struggling or something. Okay the last question, we are going to wind this up. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരൊറ്റ കാര്യം നിനക്ക് നിന്റെ വ്യൂവേഴ്സിനോട്, നിന്റെ സബ്സ്ക്രൈബേഴ്സിനോട്, ഫോളോവേഴ്സിനോട്, നിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ഒക്കെ പറയാനുള്ളത്. നോട്ട് അബൌട്ട് പോഡ്കാസ്റ്റിംഗ്. ഇല്ല അത്യാവശ്യം ആൾക്കാർ എന്തായാലും നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ കുറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ പോലും കാണുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. സോ ഫോളോ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ട്, പിന്നെ പോട്ടെ അതൊക്കെ പോടാ, അതല്ല പറയുന്നേക്ക്. പോഡ്കാസ്റ്റിങ്ങിനെ പറ്റിയിട്ടല്ല, അബൌട്ട് യുവർ പെർസിസ്റ്റൻസ്. What would be the one takeaway that you can tell the people that see you? Because ഈ ഒരു ജേർണി ആദ്യം പോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു, പോഡ്കാസ്റ്റിംഗിൽ നിന്ന് പിന്നെ ബാക്കിലേക്കുള്ളൊരു സാധനമാണ് റേഡിയോയിലോട്ട് പോയി, പിന്നെ തിരിച്ച് പിന്നെയും പോഡ്കാസ്റ്റിംഗിൽ വരുന്നു, സ്വന്തമായിട്ട് ആദ്യം സ്റ്റുഡിയോ ഉണ്ടാക്കുന്നു, പിന്നെ രണ്ടാമത്തെ സ്റ്റുഡിയോ ഉണ്ടാക്കുന്നു. ഇതിൻ്റെയൊക്കെ ബാക്ക് എൻഡ് കുറേ സ്ട്രഗിൾസും കാര്യങ്ങളും ഉണ്ട്. അതിപ്പോൾ ഒരാൾ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങുന്ന പുതിയൊരാളാണ് ഇപ്പോൾ കേൾക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ കേൾക്കുന്നു എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നീ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം നീ 2018 to 2025 നീ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്, ഒരിക്കലും വിട്ടിട്ടില്ല. അപ്പോൾ ദാറ്റ് needs a lot of persistence. ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവത്തില് what would you want to tell them about your persistence? ചെയ്യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, ഞാൻ എല്ലാവരോടും പറയുന്ന സാധനം എന്ന് വെച്ചാൽ മക്കളെന്ന് മാത്രമല്ല എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനവും നമുക്ക് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് വീണിട്ടില്ല. നിനക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നും ഇറങ്ങി അതിന് കാര്യങ്ങൾ ചെയ്യുക. ചിലപ്പോൾ കളിയാക്കും, ചിലപ്പോൾ നമുക്ക് നടക്കില്ല, ചിലപ്പോൾ ആദ്യത്തെ ദിവസം ഈ അല്ലെങ്കിൽ ആദ്യത്തെ തവണ ഇത് മുഴുവൻ ഫ്ലോപ്പാവും. പിന്നെ ചെയ്ത് നോക്കുക. നിനക്ക് തോന്നുകയാണ് നിന്നെ കൊണ്ട് പറ്റില്ല, കൂട്ടിയിട്ട് കൂടുന്നില്ല, എന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല എന്ന് തോന്നുന്ന ഒരു സീൻ വരുന്ന സമയത്ത് നിർത്തുക എന്നല്ല, അപ്പോഴും നമുക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ പണിയെടുത്തിട്ടാണ് കിട്ടാത്തത്, പണിയെടുക്കാതെ നമുക്ക് അപ്പോൾ അതേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിന് നീ പണിയെടുത്താൽ ഒരു ദിവസം റിസൾട്ടൊക്കെ വരും. അതിപ്പോൾ ഇപ്പം തന്നെ ഞാൻ കാണുന്ന സ്വപ്നത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ടെക്നിക്കലി ലൈക്ക് സ്വപ്നവും കാണണം, പിന്നെ അതിനുവേണ്ടി പണിയെടുക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം. ചിലതുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം മാത്രം കാണും, എന്നിട്ട് അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കും. അപ്പൊ ഇതിന്റെ മേഖലയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാവില്ല. അത് മനസ്സിലായി വരുമ്പോഴേക്കും ഇറങ്ങി ഓടും. ഞാൻ ഒരു കരിയർ ചേഞ്ച് എന്ന് തോന്നി എല്ലാവർക്കും തോന്നും വിപ്രോയിൽ പോയി ചെയ്ത് എന്താന്ന്. ഞാൻ വിപ്രോയിൽ പോയി ചെയ്തത് കണ്ടന്റ് കോഡിംഗ് ആണ്. അവിടെയും കണ്ടന്റ് ഉണ്ട്.
കണ്ടന്റ് കോഡിംഗ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിക്കിൾ വന്നു കഴിയുമ്പോൾ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് സ്റ്റോൺസ് എടുക്കുക എന്നുള്ളത് വേണമെങ്കിൽ ഏറ്റവും സിമ്പിൾ ആക്കി പറയുകയാണെങ്കിൽ അവിടെയും എവിടെയൊക്കെയോ ഞാൻ ഇതുമായിട്ട് തന്നെ കണക്റ്റഡ് ആയിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ പോഡ്കാസ്റ്റ് അത് നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ ചിലർ പറയും നമ്മുടെ കുടുംബത്തിലെ സീന് അതൊക്കെ ഇതൊന്നും ഇല്ലാതൊന്നുമല്ല ഞാൻ ഇവിടം വരെ എത്തിയത്. അതൊക്കെ ഓടുന്നവന് മാത്രമേ ജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആർജയൻ്റെപ്പൻ ഇപ്പൊ പറയാനുള്ളത്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. നീ നിന്റെ ഒരു ടേക്ക് അടിക്കണ്ട. ഞാൻ എന്റെ ടേക്ക് ഒന്നും പറയാൻ പോണില്ല. അപ്പൊ എന്തായാലും ഇത്രയും നേരം നിങ്ങൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു വലിയ സംഭവമാണ്. അതൊരു വലിയ അല്ല, ഇത് സ്പോട്ടിഫൈയിൽ വരും, ഇത് യൂട്യൂബിൽ വരും, ഇതിന് ചെറിയ ചെറിയ ബിറ്റ്സ് ഇൻസ്റ്റാഗ്രാമിൽ വരും, എല്ലായിടത്തും വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും നേരം കേട്ടിരുന്നു എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു സംഭവമായിരിക്കാം. ഇഷ്ടപ്പെടാതെ കേട്ടോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനിയുള്ള ഞങ്ങളുടെ ജേർണി മുമ്പോട്ട് കാണാനായിട്ട് മേക്ക് ഷുവർ ദാറ്റ് യു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ഓൾസോ ഷെയർ ദിസ് ടു സം ഓഫ് യുവർ ഫ്രണ്ട്സ്. കാരണം അത് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയേക്കാം. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിച്ച് പോയിട്ടുണ്ട്. നോട്ട് ജസ്റ്റ് പോഡ്കാസ്റ്റ് ആൻഡ് പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ ബട്ട് ദ ലൈഫ് ബിഹൈൻഡ് ഇറ്റ് ആൻഡ് എവറിത്തിങ് ദറ്റ് വി ഹവ് സ്പോക്കൺ അബൌട്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്പ് ആവും എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, നിങ്ങൾക്ക് പോഡ്കാസ്റ്റിംഗിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയല്ല എന്തെങ്കിലുമൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമുക്ക് നോക്കാം. സ്റ്റുഡിയോ ചെയ്യുന്നതിനെ പറ്റി, ഇതിന്റെ ഡിസൈനിങ്ങിനെ പറ്റിയിട്ടൊക്കെ വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഇതിന്റെ സോൾ ഡിസൈനിങ് സൈഡ് വാസ് ഡൺ ബൈ മീ. ഓക്കെ, അത് ഞാൻ എടുത്ത് പറയും. അല്ല, അത് പറഞ്ഞു അത് പറയും. ഞാൻ എപ്പോഴും ഈ ചിലർ പറയും നമ്മൾ പറയുന്നത് ബാക്കിയുള്ളവർ വേണം പറയാൻ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറയുന്നത് പറയാൻ ആളില്ലെങ്കിൽ ഇതൊക്കെ ഒരു ജനലാണ്, ജനൽ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ചുമ്മാ പിന്നെ എന്ത് തന്നെയാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ഞാൻ ചിലരോട് സംസാരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ സ്വപ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. എടാ അതുകൊണ്ട് എന്താ, നിനക്ക് ചുമ്മാ ജീവിച്ചു പോകാനാണ് ഇഷ്ടമെങ്കിൽ ജീവിച്ചു പോ, അതേ ഒരു സ്വപ്നമാണ്. ചിലർക്ക് വെറുതെ ജീവിച്ചു പോയാൽ മതിയെന്നായിരിക്കാം. ചിലർക്ക് ജീവിച്ച് മരിച്ചു കഴിഞ്ഞാലും നമ്മളെ 10 പേര് ഓർത്തിരിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. നമ്മൾ കുറച്ച് പേരുമായിട്ടാണ് ബന്ധപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലൊരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോവാന്നുള്ളൊരു എയിം ഉണ്ടാവാം. അങ്ങനെ ഒരു മറ്റുള്ളവരെ വെറുപ്പിക്കാതിരിക്കുക, അത് വേറൊരു സത്യം. കുറെ എണ്ണം ഉണ്ട് വെറുപ്പിക്കാൻ വേണ്ടി മാത്രം ഉറങ്ങിയിരിക്കുന്നത്. ആ പണിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോടെ വേറെ എന്തെങ്കിലും പണി നോക്കിപ്പോ. വെറുപ്പിക്കൽ ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി വലിയ കൊണാണ്ടർ അടിക്കുന്ന പരിപാടികൾ എല്ലാവരും നിർത്തുക. നമുക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം കേട്ടോ. ഈ ആൾക്കാർ എന്തുകൊണ്ടായിരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി കളിക്കുന്നത്? സ്വന്തം ജീവിതത്തിലും ഒരു പണിയും തൊരവില്ലാത്ത ആൾക്കാരായിരിക്കും. സത്യം. അതുകൊണ്ടാണ് പാവങ്ങൾ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. മറ്റൊരാളുടെ ഏതെങ്കിലും ഒരു ജീവിതം കണ്ടുപിടിച്ച് അതിനകത്ത് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അവരെന്തോ ചെയ്യും? വേറെ ഒരു പണിയില്ല, വേറെ ഒന്നും ചിന്തിക്കാനില്ല. അവരുടെ അവസ്ഥയും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ പോഡ്കാസ്റ്റിന്റെ എൻഡിലേക്ക് എത്തിയേക്കാണ്. ഈ പോഡ്കാസ്റ്റിന്റെ എൻഡിലേക്ക് എത്തിയേക്കാണ്. ഇനി തൊട്ട് അങ്ങോട്ട് നമ്മൾ വിൽ ബി കമ്മിങ് ലൈക്ക് ഇതൊരു എനിക്കിപ്പോ ഞാൻ ആലോചിക്കുന്നുണ്ട് ഒരു സെഷൻ ആയിട്ട് ഇങ്ങനെ ചെയ്താലോ എന്നുള്ളത്. വിൽ ഹാവ് എ ഡിസ്കഷൻ. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ട്. അപ്പൊ എന്തായാലും ടോപ്പിക്സും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി ഞങ്ങൾ സംസാരിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ കമന്റ് ചെയ്യുക. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് വൺസ് അഗൈൻ ആൻഡ് ഓൾസോ our comeback, so yes. You guys have to help us. We have a long way to go and it's a way full of struggles. അപ്പോൾ അതെന്തായാലും ക്രോസ് ചെയ്യാൻ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുക.